ഹായ് TM ഫാമിലി. ഇന്ന് നമ്മൾ ഏറ്റവും പുതുതായിട്ട് മലയാളത്തിൽ റിലീസായിട്ടുള്ള നമ്മുടെ ബിജു മേനോനും ജോജോ ജോർജും തകർത്തഭിനയിച്ച ജീത്തു ജോസഫിന്റെ സ്ക്രീൻ പ്ലേയിലെ സൂപ്പർ ഹിറ്റ് കഥ വലതുവശത്തെ കള്ളൻ എന്ന മൂവിയാണ് കാണാൻ പോകുന്നത്. ട്വിസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ, മിസ്റ്ററി, ത്രില്ലർ പ്രേമികൾക്ക് 100% ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങളിലേക്ക് തേടി എത്തിക്കാനും ഒരു മോട്ടിവേഷനായിട്ട് ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് ഒരേ ഒരു ലൈക്ക് തട്ടിവിടുക. കഥയെക്കുറിച്ചുള്ള അഭിപ്രായവും ഈ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റുന്നു കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കഥകൾക്കായിട്ട് ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുടങ്ങിയാലോ? ഈ കഥയുടെ ആരംഭത്തിൽ ഒരു സൈക്കോളജി ഡോക്ടറുടെ അടുത്തേക്ക് ഒരു പയ്യൻ വരികയാണ്. ഇവന്റെ പേരാണ് ഫിലിപ്പ്. അപ്പൊ അവനോട്, ഞാനും നിന്നെ പോലെ ബോർഡിങ്ങിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലത്തൊക്കെ മാസത്തിൽ ഒരിക്കലൊക്കെയാ ഒരു ഇല്ലന്റ് കത്ത് വരിക, അതുപോലെ ഒരു കോള് വന്നു. ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു ടെൻഷൻ, ദുഃഖം, ഇതൊന്നും നിന്നെ പോലെ ഈ ജനറേഷനില് ഒരു പയ്യനും അനുഭവിക്കണ്ട. നിന്റെ കയ്യിലൊരു ഫോണ് പോലും ഉണ്ട്. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിനക്ക് വീട്ടിലേക്ക് അച്ഛനേക്കൊന്ന് വിളിക്കാം. അപ്പൊ ഫിലിപ്പാണെങ്കിൽ ഡോക്ടർക്ക് അറിയാലോ എന്റെ അച്ഛന്റെ സ്വഭാവം, നമ്മുടെ ലൈഫിൽ സംഭവിച്ചതും അതെനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ, ആന്റണിയുടെ ആ ഒരു കടമ്പിടുത്തം നമുക്ക് മാറ്റാം. അപ്പൊ ഫിലിപ്പും ആയിക്കോട്ടെ, ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള പോലീസുകാരൻ ആന്റണിയെ മകൻ ഫിലിപ്പ് ഉള്ളിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പൊ ഡോക്ടർ തന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വലിയ തെറ്റ് കാരണം അവൻ അനുഭവിക്കുന്ന സങ്കടവും ട്രോമയും എത്രത്തോളം ഉണ്ടെന്ന് തനിക്ക് വല്ല ഐഡിയുണ്ടോ? ആ ഒരു സിറ്റുവേഷനിൽ താനായിരുന്നെങ്കിൽ താൻ എങ്ങനെ റിയാക്ട് ചെയ്യായിരുന്നു? തന്റെ മകൻ ഫിലിപ്പ് എത്ര നാളായി തന്നെ ഒന്ന് അച്ഛാന്ന് വിളിച്ചിട്ട്? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചത് എവിടെയാണ്? എങ്ങനെയാണ് ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുക? ഒന്ന് സമാധാനത്തിൽ ചിന്തിച്ചു നോക്കുക. ഇവരുടെ ഇടയിൽ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേ സമയത്ത് സ്റ്റേഷനിലെ ഒരു പെൺകുട്ടിയും അതുപോലെ പുറത്ത് മറ്റു ചില ആളുകളും വണ്ടിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ മഴയത്ത് അങ്ങോട്ട് വന്ന് കയറുന്നത്. അപ്പോൾ അസിസ്റ്റന്റിനോട്, ഇവരൊക്കെ എന്തെവിടെ? അത് ആ ഒരു പരാതിക്കാരി പെൺകുട്ടിയുടെയും അമ്മയുടെയും കൂടെ വന്നതാ. അങ്ങനെ ലേഡി അസിസ്റ്റന്റിനെ കൂട്ടിയിട്ട് നമ്മുടെ ഹീറോയിലെ നേരെ ക്യാബിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഓൾറെഡി ഒരു പെൺകുട്ടിയും അമ്മയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിൽ മോള് പറഞ്ഞനുസരിച്ച് അവൾക്ക് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ കേസ് ഫയൽ ചെയ്യണോ? ഞാൻ രാജുവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ഭാഗത്ത് തെറ്റവന് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരിക്കലും അവൻ ആവർത്തിക്കൂല. എന്നാൽ പെൺകുട്ടിയാണെങ്കിൽ, പറ്റില്ല സാറേ, എനിക്ക് ഈ കേസ് ഫയൽ ചെയ്തേ പറ്റൂ. കഴിഞ്ഞ 3 വർഷമായിട്ട് അവന്റെ സ്വഭാവം എനിക്കറിയാം. അപ്പൊ ഹീറോ, ആഹാ, അപ്പോൾ 3 വർഷമായിട്ട് പരിചയം, 2 വർഷമായിട്ട് പ്രണയം. അത് കേട്ടപ്പോൾ ആ പെൺകുട്ടിയും അമ്മയും ഷോക്കായി നിൽക്കുമ്പോൾ, അല്ല കോളേജിൽ അങ്ങനെയൊക്കെ ഒരു പറച്ചിലുണ്ട് സാറേ, അതൊക്കെ വെറുതെയാ. അവനെന്നെ പ്രപ്പോസ് ചെയ്തെന്ന കാര്യം സത്യ. ഞാൻ നോ പറഞ്ഞ ശേഷം അവനെന്നെ ഫോളോ ചെയ്ത് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഹീറോ, അല്ല ഈ തൻവി, ദിയ, ഏഞ്ചൽ ഇവരൊക്കെ ആരാ? നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കൂലേ? അവരാണ് ആദ്യം നിന്റെ പേരിലെ രാജീവും താനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മൊഴി തന്നിട്ടുള്ളത്. രാജീവിനോട് ചോദിച്ചപ്പോൾ അവനും ഉള്ളതെന്നാ പറഞ്ഞേ. ഫ്രണ്ട്സ് പറഞ്ഞത് നിങ്ങളെന്തോ ക്ലാസ് കട്ട് ചെയ്ത് രാജീവിന്റെ വീട്ടിലെ പാർട്ടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് അങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടി, അല്ല സാറേ, കോളേജിലെ വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച അവനോട്, കോളേജിലൊക്കെ ഞാൻ അന്വേഷിച്ചതാ മോളെ, എന്തിനാ ഇപ്പൊ വെറുതെ ഈ കള്ളൊക്കെ പറയാൻ നിൽക്കുന്നത്? നിന്റെ അരികിലെ അമ്മ ഇരിക്കുന്നുണ്ടാ? എന്നിട്ട് അമ്മയോട്, നിങ്ങളുടെ മോളും ഫ്രണ്ട്സും കൂടി കോളേജും കട്ട് ചെയ്ത് നേരെ രാജീവിന്റെ വീട്ടിലേക്ക് ഒരു ഓട്ടോയും വിളിച്ചാൽ പോയെ. ഓട്ടോ ഡ്രൈവറോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ വീട്ടിൽ വെച്ച് രാജീവിന്റെ റൂമിലേക്ക് ഇവർ രണ്ടുപേരും പോയിട്ടുണ്ട്. സിജോ എന്ന ഇവളുടെ ഒരു ഫ്രണ്ട്സ് അതിനെക്കുറിച്ചും മൊഴി തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവളുടെ ഫോണിലെ എന്തോ ഒരു മെസ്സേജ് അവൻ കണ്ടുവന്നോ, അങ്ങനെ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നോ? നോക്കിയപ്പോൾ നിങ്ങളുടെ മകള് ദീപ്തി, ഇവൾക്ക് സിജോയുമായിട്ടൊരു ബന്ധം ഇവളുടെ ഫോണിലെ മെസ്സേജ് അവൻ കണ്ടു. ശരിക്കും അന്വേഷിച്ചപ്പോൾ 1 വർഷമായിട്ട് ഇവര് തമ്മിൽ പ്രണയം, അതായത് 2 ആളുകളെ ഒരേ സമയത്ത് പ്രണയിക്കുക. എന്നാൽ അവളാണെങ്കിൽ, സാറേ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നുമല്ല സംഭവിച്ചേ. അങ്ങനെ അവള് വിറച്ച് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ, നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല, ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ രാജീവും താനുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അവന് കൊടുക്കാനായിട്ട് നീ ഉണ്ടാക്കിയ കള്ളക്കേസാണ് ഇതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അവളുടെ അമ്മയോട്, നിങ്ങളും ഞാനും ഒക്കെ സാധാരണക്കാരാ. ആ വിവേക്, അവനും അവന്റെ അച്ഛനൊക്കെ വലിയ പിടിപാടുള്ള ടീമോ. നമ്മൾ അവരോട് കളിക്കാൻ പോയാലേ ഇതൊക്കെ അവര് കുത്തി പൊന്തിച്ചുകൊണ്ടിരും. പിന്നെ പുറത്ത് ആയിറിൽ നിന്ന് ഒരുത്തി വന്ന് നിൽക്കുന്നില്ലേ, അവള് പറയുന്ന കേട്ട് എടുത്ത് ചാടാൻ നിൽക്കണ്ട. നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാത്രമേ ഉണ്ടാവൂ. ഇതിനു മുൻപും ഇതുപോലെ ഗായത്രി എന്നൊരു പെൺകുട്ടിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവർ വന്നതാ. അവസാനം ആ പെൺകുട്ടിയുടെയും കുടുംബത്തിനെയും മാന കപ്പലേറി. നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് വിവേകിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ മെന്റലി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ആ ഒരു കേസ് കൊടുക്കാതിരിക്കാൻ കളിച്ച കളിയാണിതല്ലോ. അപ്പോഴാണ് ഹീറോയെ ഹെഡ് ACP വിളിച്ചിട്ട്, എന്തായി, കേസ് കൊടുക്കില്ലല്ലോ? ഇല്ല സാറേ, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം സെറ്റിൽമെന്റ് ആയിട്ട് വാങ്ങിക്കോ. അങ്ങനെ അവർ പുറത്തേക്ക് വരുമ്പോൾ, ആര്യൻ, ആന്റണി സാർ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് കേസില്ല, ഒന്ന് വെറുതെ വിടുവോ? അതും ചോദിച്ച് തന്റെ മകളെയും കൂട്ടി ഒരു ഓട്ടോയിൽ അവിടുന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ മകള് ദീപ്തി അവള് പറയുന്നുണ്ട്, അമ്മേ അങ്ങേര് പറഞ്ഞതൊക്കെ കള്ള, എന്നെ ഒന്ന് വിശ്വസിക്കേ. എന്നെ പോലെ കഷ്ടപ്പെട്ട് നിരയിക്കണ്ടെന്ന് കരുതിയിട്ടാ ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് നിന്നെ പഠിപ്പിക്കാൻ നോക്കുന്നത്. എന്നിട്ട് നീ എന്നോട് കാണിക്കുന്നതിനൊക്കെ വേറെ പേരാ പറയാ. അതും കൂടി കേട്ടപ്പോൾ ദീപ്തി അവള് തകർന്നു പോവാണ്. പോകുന്ന സമയത്ത് അമ്മയോട്, അമ്മ കൂടി എന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വല്ല കടം കഴിഞ്ഞാൽ ചെയ്തു പോ. ഇങ്ങനെ നീ ജീവിക്കുന്നതിൽ നല്ലത് അത് തന്നെയാ. അപ്പോഴാണ് ഒരു ലോറി പാസ് ചെയ്ത് പോകുമ്പോൾ അവൾ ആ ഓട്ടോയിൽ നിന്ന്
അതിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുകയാണ്. ആ അമ്മ തരിച്ചു നിന്ന് പോകുന്നുണ്ട്. അത് കണ്ട് ഓടി വന്ന ഐറിന്റെ മടിയിൽ കിടന്നതിനെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോവാണ്. അങ്ങനെ അന്ന് രാത്രിയിലെ തന്റെ മകനെ കൂട്ടി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നമ്മുടെ ഐറിനില്ലേ ആന്റണിയുടെ മുഖത്തേക്ക് ഒരു തുണി എറിഞ്ഞു കൊടുത്ത് ഇതാ കുട്ടിയുടെ ചോര താൻ കഴിക്കേ. ഐറിൻ തലക്കലോടുന്നപ്പോ ഇല്ലെങ്കിൽ താൻ എന്നെയും കൊല്ലടോ ആ കുട്ടിയുടെ ചോരയ്ക്ക് തന്നെ കൊണ്ട് ഉത്തരം ഞാൻ പറയിക്കും, വെറുതെ ഞാൻ വിടില്ലടോ. അപ്പോൾ മകൻ ഫിലിപ്പാണെങ്കിലേ ഒരു മാറ്റമില്ലല്ലേ. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അടുത്ത സീനിലെ ബസ്സിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇങ്ങേരുടെ പേരാണ് സാം. അപ്പൊ 2 പയ്യന്മാര്. സമേട്ടാ ഹാർഡ് ഡിസ്കിലെ ഡാറ്റാസിൽ കിട്ടിയില്ലേ? ആടാ എനിക്ക് പക്ഷെ നല്ല ഇരട്ടി പണിയായിരുന്നു. കണ്ട അൽക്കുളത്ത് സൈഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിച്ചു കുറേയധികം വൈറസ് ത്രെഡുകളുണ്ടായിരുന്നു. അപ്പോഴാണ് സാമിനെ തന്റെ വണ്ടി സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതായത് സാമിന്റെ മകള് വരുന്നുണ്ട്. മകൾക്ക് കൊണ്ടുപോകാനാണ് നേരത്തെ സർവീസ് ചെയ്ത് വണ്ടി വെച്ചത്. അപ്പോഴാണ് സാമിന്റെ കുടുംബം നമ്മൾ കാണുന്നത്. ഭാര്യ, തന്റെ മകള് സാം, ഇവര് 3 പേര് ചേർന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ള കുടുംബമാണ് അവരുടേത്. അപ്പോഴാണ് അമ്മ പറയുന്നത് അച്ഛന്റെ ബർത്ത്ഡേ നമ്മൾ മാത്രം ആഘോഷിക്കാതെ ചുറ്റിലുള്ള ആളുകളൊക്കെ വിളിച്ച് ഗ്രാൻഡായിട്ട് ചെയ്താലോ. അപ്പൊ മോളാണെങ്കിൽ അത് വേണ്ടമ്മേ, അച്ഛൻ ഇഷ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ആ പൈസ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാം. അപ്പോഴാണ് മകളുടെ കൂട്ടുകാരി വീണ് വിളിക്കുന്നത്. അങ്ങനെ സാമിനോട് വർത്താനം പറഞ്ഞ് മകളോട് അല്ല നീ എപ്പോഴാ തിരിക്കുന്നത്? ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങും. ആ ഒരു CM-ന്റെ ഇഷ്യൂ ഇല്ലേ, അതിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അച്ഛൻ സാമാണെങ്കിൽ അല്ല അതെന്താ പ്രശ്നം? CM എന്നത് ആ ഒരു കമ്പനിയല്ലേ, ആ ഒരു വലിയ പിടിപാടുള്ള ടീമല്ലേ. അപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൽ വഴി അവൾക്ക് അയച്ചു കൊടുക്കുന്നത് സേഫ് ആണോ? അപ്പൊ മോളാണെങ്കിൽ അതിന് ഞാനിതിനെ പഠിക്കുന്നത് എന്റെ അച്ഛൻ എന്റെ കൂടെ ഇല്ലേ, അതും ഒരു കിടിലൻ ഹാക്കർ. അപ്പോഴാണ് സാം ഒരു ഹാക്കറാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ മകൾക്ക് വണ്ടിയും കൊടുത്ത് അധികം സ്പീഡിൽ പോണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആന്റണിയില്ലേ വല്ലാതെ ദേഷ്യം പിടിച്ച് ഒരു ഹോട്ടലിലേക്ക് പാഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു റൂം ചവിട്ടി തുറന്ന് ആ റൂമിലുണ്ടായിരുന്ന തന്റെ മകൻ ഫിലിപ്പിനെ കണക്കിന് കൊടുത്ത് അവന്റെ കൂട്ടുകാരെടുത്ത് പാഞ്ഞു കിടുന്നുണ്ട്. കാരണം അവന്മാർ ഡ്രഗ്സ് യൂസ് ചെയ്യായിരുന്നു. എന്നിട്ട് ഫിലിപ്പിനോട് 100 പ്രാവശ്യം നിന്നോട് പറഞ്ഞതാ അവന്മാരുടെ കമ്പനി പാടില്ലാന്ന്. അപ്പോൾ തന്റെ അച്ഛനെയും തട്ടി മാറ്റിയിട്ട് അവനോട് നോടിപ്പോവാണ്. അതേ സമയത്ത് മകളെ കഴിഞ്ഞ ദിവസം പോയിട്ട് രാത്രി മുതൽ വിളിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പൊ വിളിച്ചു നോക്കുമ്പോഴും ഫോൺ സ്വിച്ച് ഓഫ്. അപ്പൊ അമ്മയാണെങ്കിലേ അവളെ എണീച്ചിട്ടുണ്ടാവില്ല. അതേ സമയത്ത് നമ്മുടെ ഡോക്ടർ ആന്റണിയോട് തന്റെ മകനിലടോ അത് പോലീസ് മുറിയാണ് മോനോട് എടുക്കുന്നത്. ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് പോയതാ. ഞാൻ പലപ്പോഴും അവനോട് പറഞ്ഞതാ ആ രാജീവായിട്ട് കമ്പനി വേണ്ടാന്ന്. ഫിലിപ്പിനെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ തന്നെയാ. അപ്പൊ ഡോക്ടർ താനല്ലേ തന്റെ മകൻ ഫിലിപ്പിനെ രാജീവിനെ പരിചയപ്പെടുത്തിയ? തന്റെ മകൻ തന്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. താനൊരു കാര്യം ചിന്തിച്ചോ? ഫിലിപ്പ് ഏകദേശം നിന്നെ പോലെ നിന്റെ പിടിവാശിയും ഈ ഒരു കലിപ്പൊക്കെ അവനും കിട്ടിയിട്ടുണ്ട്. പിന്നെ തന്റെ ഭാര്യ മേരി പോയത് ഫിലിപ്പ് കാരനാന്നുള്ള ആ ഒരു ചിന്ത ആദ്യം തന്നെ താൻ മനസ്സെന്ന് എടുത്ത് കളയണം. അല്ലാതെ തനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോഴാണ് തന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത് ആ ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. പ്രസവ സമയത്ത് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയതുകൊണ്ടാണ് തന്റെ മകൻ ഫിലിപ്പിന് ജന്മം നൽകിയ ശേഷം ഭാര്യ മരണപ്പെട്ടത്. അപ്പം മുതലാണ് മകനോട് ആന്റണിക്ക് ഉള്ളിലൊരു ദേഷ്യം തുടങ്ങിയത്. അപ്പോഴാണ് സാമില്ലേ വീണെ വിളിക്കുമ്പോ അങ്കിളെ ഞാൻ അവളുടെ ഫ്ലാറ്റിലെപ്പോളെ ഞാനേ ഒന്ന് നോക്കിയിട്ട് വിളിക്കാം. കുറെ നേരം ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറക്കുന്നില്ല. ആ കാര്യം സാമിനെ അറിയിച്ചപ്പോ ഉടനെ തന്നെ വണ്ടിയെടുത്ത് വീണയും കൂട്ടിട്ട് നേരെ നമ്മുടെ പോലീസുകാരൻ ആന്റണിയെ കാണാവരാണ്. അങ്ങനെ കാര്യം പറയുമ്പോ ലാസ്റ്റ് കോള് നിങ്ങൾ മകളെ വിളിച്ചതല്ലേ? അപ്പോൾ മോളെന്താ പറഞ്ഞ്? അവളെവിടെയായിരുന്നു? അവള് ഫ്ലാറ്റില് സാധനങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് വാങ്ങാൻ പുറത്തിറങ്ങി തിരിച്ചു പോയായിരുന്നു. അപ്പോൾ അവള് സൈഡാക്കിയിട്ട് എന്നോടും ഭാര്യയോടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാരോ അവളുടെ കാറിന്റെ ഗ്ലാസിന് തട്ടി. അപ്പോൾ അവള് ഫോൺ കട്ട് ചെയ്ത് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അതിനുശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ആ ഡോറ് തട്ടിയത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് വീണ് പറയുന്നത് സാറേ ഒരു കേസിന്റെ ആവശ്യത്തിന് ഇന്ന് തന്നെ അവള് കാണാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ആന്റണി അതെന്ത് കേസാ? അത് CML എന്ന കമ്പനിയുമായിട്ടുള്ള ഒരു ഇല്ലീഗൽ മൈനിങ്ങിന്റെ കേസായിരുന്നു. അപ്പോൾ സാറേ SI ദേവൻ എന്ന പോലീസുകാരൻ എന്റെ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേഷനിലാ അങ്ങേരുന്ന പറഞ്ഞ. അപ്പൊ ആന്റണി അതിന് ഞാൻ തന്റെ മകളെ കുറിച്ച് അന്വേഷിക്കണോ അല്ലെങ്കിൽ SI കുറിച്ച് അന്വേഷിക്കണോ? അപ്പോഴാണ് അങ്ങോട്ട് കോൺസ്റ്റബിളിനെ വിളിപ്പിക്കുന്നത്. ഇതൊരു മിസ്സിംഗ് കേസാണ്. അപ്പോൾ അങ്ങേര് സ്ഥലം എവിടെയാണ്, കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ സ്ഥലവും അവളുടെ പേര് ഐറിൻ എന്നാണെന്നും പറയാണ്. ആ പേര് കേട്ടപ്പോൾ നമ്മൾ കോൺസ്റ്റബിളും അതുപോലെ CI ആയ ആന്റണിയും ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഐറിനിലെ ദീപ്തിയുടെ കേസിൽ ആന്റണിയോട് തന്നെ വെള്ളം കുടിപ്പിക്കുന്നു പറഞ്ഞിരുന്നില്ലേ? ഇനി അവൾക്ക് സംഭവിച്ച ആപത്തിന് പിന്നിൽ ഇങ്ങേരാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ ആന്റണി അല്ല ഐറിന് ഇവിടെ ഏതെങ്കിലും പയ്യന്മാരായിട്ട് വല്ല ബന്ധം ഉണ്ടായിരുന്നു? കൂട്ടുകാരി മീനോട് ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സാമിലെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നത്. ഒരിക്കൽ തന്റെ മകള് ഐറിന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഭീഷണിയായിരുന്നു. എന്ത് ഭീഷണി ചോദിച്ചപ്പോ രാജീവ് എന്നൊരുത്തൻ ഒരു പാവം കോളേജ് പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തു. അവളുടെ പേരായിരുന്നു ദീപ്തി. അവൾ എന്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ആ ഒരു കുട്ടി അവള് പോയി. അപ്പോ മരിച്ചവർക്ക് വേണ്ടി നമ്മള് ജീവിച്ചിരിക്കുന്നവര് വേണ്ടേ നീതി വാങ്ങി കൊടുക്കാനേ? അങ്ങനെയല്ലേ പപ്പ? അപ്പൊ ആ ഒരു കാര്യം ഓർത്തപ്പോ നമ്മുടെ ആന്റണിയോട് 2 ദിവസം മുമ്പ് രാജീവ് എന്നൊരുത്തൻ എന്റെ മോളെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട് മീനയോട് ഈ രാജീവിനെ കുറിച്ച് തനിക്കറിയോ? ഇല്ല സാറേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആന്റണി ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കംപ്ലൈന്റ് എഴുതി കൊടുക്ക്, ബാക്കി ഞാൻ അന്വേഷിച്ചോളാം. അതേ സമയത്ത്
മീന സ്റ്റേഷനില് രാജീവിനെ അറിയില്ല എന്നല്ല പറഞ്ഞ്. എന്നാൽ അവന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ രാത്രി അവൻ ലേറ്റായിട്ട് എവിടെയോ വീണ് കയ്യും കാലൊക്കെ പൊട്ടിയിട്ട് വന്നെന്നറിയാണ്. അതേ സമയത്ത് നമ്മുടെ സാം SI ദേവനെ കാണാൻ വന്നിട്ട്, സാറേ എന്റെ മോള് എന്നൊരു ഹെൽപ്പ് ചോദിച്ചിരുന്നില്ലേ, അത് എന്ത് കേസായിരുന്നു? അപ്പോഴാണ് അങ്ങേര് പറയുന്നത് ആ കേസ് CI ആന്റണി സാറിനെതിരെയായിരുന്നു, ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ കേസ്. അപ്പോൾ സാം തന്റെ മകളുടെ റൂം തുറന്നു നോക്കിയപ്പോൾ അവിടെ വാളിലായിട്ട് അവൾ അന്വേഷിച്ചിരുന്ന പല കേസിന്റെയും ഡീറ്റെയിൽസ് കാണുന്നുണ്ട്. അപ്പോൾ സാമിനൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അടുത്ത ആഴ്ച ദീപ്തി കേസിന്റെ ഹിയറിംഗ് ആയിരുന്നു. അപ്പോൾ തന്റെ മകളെ കാണുന്നില്ല എന്നുള്ള കംപ്ലൈന്റുമായിട്ട് സ്റ്റേഷനിൽ പോയപ്പോൾ മകളെ അറിയുന്ന ഒരു മുഖഭാവം പോലും അയാള് ഐറിന്റെ അച്ഛനായ എന്നോട് കാണിച്ചില്ല. പിന്നെ ദേവൻ സാറ് എന്റെ മോളെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് തട്ടിക്കയറി. അപ്പോൾ SI ദേവനാണെങ്കിൽ അയാളുടെ കയ്യിലിരിപ്പ് മോശം, എല്ലാത്തിനും ഒത്താശ ചെയ്യാൻ DYSP ശിവൻ സാറും. അങ്ങേര് 4 മാസം മുമ്പ് റിട്ടയർഡായി പോയി. പിന്നെ ഈ രാജീവന്റെ അച്ഛനില്ലേ, അയാൾക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പില്ല. അപ്പോൾ അടുത്ത ആഴ്ച ഹിയറിംഗ് വന്നു കഴിഞ്ഞാല് മുഖ്യ സാക്ഷി ഐറൻ ആയിരുന്നില്ലേ, അത് കേട്ടപ്പോൾ ഒന്ന് ഭയന്ന് സാം എന്റെ മോൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല, അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ കൂടെയില്ലേ. അപ്പോഴാണ് സാമിന്റെ ഭാര്യ തന്റെ മകളായ ഐറിൻ സാമുവൽ LLB വിദ്യാർത്ഥിയും സാമൂഹിക പ്രവർത്തകയുമായ അവളെ കാണാനില്ല എന്നുള്ള വാർത്ത കേൾക്കുന്നത്. അങ്ങനെ ഭയന്ന് തന്റെ മകളെ ഐറിനെയും സാമിനെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ ആരും പിക്ക് ചെയ്യുന്നില്ല. അതേ സമയത്ത് അവസാനമായിട്ട് ഐറിൻ ഫ്ലാറ്റിലേക്ക് സാധനം വാങ്ങാൻ ഒരു സൂപ്പർ മാർക്കറ്റ് പോയില്ലേ, അവിടുത്തെ CCTV ചെക്ക് ചെയ്യുമ്പോൾ 9:30 മണിക്കാണ് അവളോട് ഇറങ്ങിയത്. അപ്പോൾ അവളുടെ ഫ്ലാറ്റിലേക്ക് 2 വഴിയുള്ളേ, ഒന്ന് പോക്കറ്റ് റോഡും മറ്റൊന്ന് ആശ്രമം വഴിയും. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആശ്രമം വഴിയുള്ള ആ വഴി പോയിക്കോ, പോക്കറ്റ് റോഡ് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ CI ആന്റണിയിലെ ആ ഭാഗത്ത് CCTV ഉണ്ടോ നോക്കുമ്പോൾ ഒരു കടയിലുണ്ട്. അപ്പോൾ CCTV വർക്കിംഗ് അല്ലേ, മെയ് 29 രാത്രിക്കത്തെ വിഷ്വലൊന്ന് കാണിക്കും. അങ്ങനെ ആ കടയിലെ ആളോട് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് വിഷ്വൽ ചെക്ക് ചെയ്യുമ്പോഴാണ് അന്ന് ഐറിന്റെ വണ്ടിയുടെ ഗ്ലാസ് തട്ടിയത് നമ്മുടെ CI ആന്റണി തന്നെയായിരുന്നു. നോ പാർക്കിലാണോ താ വണ്ടി ഇട്ടിട്ടുള്ളത്? LLB-കാരിക്ക് ഇതൊന്നും ബാധകമല്ലേ? സാറ് ഇവ കുടിച്ചിട്ടുണ്ട്, നമുക്ക് നാളെ സംസാരിക്കാം. അപ്പൊ ആന്റണി അതിന് ഇറങ്ങി പുറത്ത്. അപ്പോൾ ഐറിൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ CI ആന്റണി പിന്നാലെ പോലീസ് ജീപ്പുമായിട്ട് അവളെ ചേസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഭയന്നുപോയ നമ്മുടെ CI ഒരു വിഷ്വല് ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് കടക്കാരനോട് കഴിഞ്ഞൊരു മാസമായിട്ട് ഇവിടെ CCTV വർക്കാവുന്നില്ല, പിന്നെ ഇവിടെ ഞാൻ വന്നിട്ടുമില്ല കേട്ടല്ലോ. അതേ സമയത്ത് രാജീവ് ഉറക്കെഴുന്നേറ്റപ്പോ, നിന്റെ കൈക്കെന്താ പറ്റിയേ? ഇന്നലെ രാത്രി നീ എവിടെ ഇരുന്നടാ? നീ ഐറിനെ കണ്ടിരുന്നോ? ഞാൻ ആരെയും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. നീ അവളെ കണ്ടിട്ടുണ്ട്, അവൾ എന്തോ ചെയ്തിട്ടുണ്ട്, കളിക്കാതെ സത്യം പറ. എന്റെ കാര്യത്തില് നിന്നോട് ഞാൻ ഇടപെടാൻ നിൽക്കരുതെന്ന് പലപ്പോഴും പറഞ്ഞതാ, ഇവിടെ നിപ്പോ നീ ഇറങ്ങിപ്പോ. അങ്ങനെ അവളെ തള്ളി ആ റൂമിൽ നിന്ന് പുറത്തിറക്കി വാതിലടക്കാണ്. അപ്പോഴാണ് നേരെ സ്റ്റേഷനിലേക്ക് വന്ന് രാജീവിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ നിന്റെ കസിനായതുകൊണ്ടാണോ നേരത്തെ പറയാതിരുന്നത്? അല്ല സാറേ, ഞാൻ പേടിച്ചിട്ടാ. പിന്നെ ഒരിക്കലും ഐറിന് ഞാനും അവനും കസിനാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. കാരണം ദീപ്തി എന്ന പെൺകുട്ടിയുടെ പേരില് അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലേ. അതേ സമയത്ത് ഒരു കോൺസ്റ്റബിൾ CI വിളിച്ചിട്ട്, സാറ് പറഞ്ഞ പോലെ ഐറിന്റെ കാറ് ആ ഭാഗത്തോടെ പോയിട്ടില്ല, എന്നാൽ സാറിന്റെ വണ്ടി പോയിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് വരാം. അപ്പോഴാണ് അന്ന് രാത്രിയിലെ ആശ്രമം റോഡിന്റെ അരികിലുള്ള ഫോറസ്റ്റിലായിട്ട് ഐറിന്റേതാന്ന് സംശയിക്കുന്ന ഒരു ബോഡി പോലീസ് കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു സീനിലേക്ക് നമ്മുടെ സാമിന്റെ ഭാര്യയും വരികയാണ്. എന്നാൽ സാമിന്റെ ഭാര്യയെ പോലീസ് തടഞ്ഞു വെക്കുമ്പോൾ എനിക്ക് കാണണം. അപ്പോൾ സാം കാണാനായിട്ടൊന്നുമില്ല അതും പറഞ്ഞ് സാമിന്റെ കണ്ണ് നിറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് മരണപ്പെട്ടത് തന്റെ മകള് ഐറിൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ ഡോക്ടർ നമ്മുടെ CI ആന്റണിയോട് വളരെ ബ്രൂട്ടലായിട്ടാണ് അവളുടെ മരണം നടന്നിട്ടുള്ളത്. എന്നാൽ സെക്ഷലി അബ്യൂസ് ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അവളുടെ നാക്കും വിരലുകളും മുറിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കുട്ടി മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ അവസ്ഥയിലാണ് അവളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റിയത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ആ വേദന മുഴുവൻ അവൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതായത് എന്തോ പക വീട്ടിയ പോലെ, അതുപോലെ ഷാർപ്പായിട്ടുള്ള എന്തോ ഒരു വസ്തു വെച്ച് മുഖത്തും തലയിലും വല്ലാതെ ഇടിച്ചിട്ടുമുണ്ട്. അതാണ് അവളുടെ മരണകാരണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടിയെ അറിയുന്ന ആരെങ്കിലായിരിക്കും ഈ കൃത്യത്തിന്റെ പിന്നില്. അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി അച്ഛനും അമ്മക്കും കൈമാറുമ്പോൾ അവർക്ക് ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അടുത്ത ദിവസമല്ലേ ഹയർ ഓഫീസർ ആന്റണി വിളിച്ചിട്ട് ഈ ഒരു കേസ് ഐറിന്റെ ഫാദർ സാം താൻ അന്വേഷിക്കേണ്ടാന്ന് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് DYSP ഫിറോസ് ഒരു പുതിയ ടീം ഫോം ചെയ്തിട്ടുണ്ട്, അവരന്വേഷിക്കട്ടെ. അപ്പോൾ DYSP ആണെങ്കിൽ, ആന്റണി എനിക്കും സാറിനും തന്നെ സംശയമൊന്നുമില്ല, സാമിനെയും പത്രപ്രവർത്തകരൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ മാത്രം. അപ്പോൾ DYSP ഫിറോസ്, രാജീവ് അവനാരാ? അപ്പോൾ CI ആന്റണി ഈ കേസിലെ പ്രധാന സസ്പെക്ട് അവനാ, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അവനിപ്പം മിസ്സിംഗ്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, കേസിന്റെ ഫയൽസൊക്കെ എന്റെ ഓഫീസിൽ ഏൽപ്പിക്കേ, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിപ്പിക്കാം. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മുടെ ലേഡി അസിസ്റ്റന്റ് വിദ്യയോട് DYSP ചോദിക്കുന്നുണ്ട്, മഴ
കാരണം കൂടുതൽ എവിഡൻസ് ഒന്നും ആ ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടില്ല അല്ലേ? കൂടുതൽ എന്തിനുണ്ടെ വിളിക്കാം. അപ്പോൾ സാറേ, സാമില്ലേ, അയറിന്റെ അച്ഛൻ, അദ്ദേഹം കുറച്ച് ഡേഞ്ചറാണ്. കാരണം സാം വളർന്നത് കുട്ടിക്കാലത്തുള്ള ഒരു ഓർഫനേജിലായിരുന്നു. ബാക്കി കുട്ടികളെക്കാള് കൂടുതൽ IQ സാമിനുള്ളതുകൊണ്ട് തന്നെ അന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് അവനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് അയക്കുകയായിരുന്നു. അവൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ദ ബെസ്റ്റ് ആയിരുന്നു. പഠനത്തിന് ശേഷം തന്റെ ഫ്രണ്ട്സുമായിട്ട് 3 പേര് ചേർന്ന് ഒരു സൈബർ സെക്യൂരിറ്റി ഓഫീസ് അവർ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് അവരുടെ കൂട്ടുകാരിലെ ഒരുത്തൻ ഗവൺമെന്റിന്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് നെക്സലൈറ്റിനെ സഹായിച്ചത്. എന്നാൽ ആ കേസിൽ സാമിന് ഒരു പങ്കുണ്ടായിരുന്നില്ല. കമ്പനിയുടെ പാർട്ട്ണർ ആയതുകൊണ്ട് ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാം ആ കേസ് കുടുങ്ങി. അതിനുശേഷം പ്രൊഫഷനും കരിയറും എന്നേക്കുമായിട്ട് നഷ്ടമായി. ഇപ്പോ തനിക്ക് ആകെയുണ്ടായിരുന്ന തന്റെ മകൾ നഷ്ടപ്പെട്ടു. അപ്പോ ആ ഒരു അച്ഛൻ ഇനി എങ്ങനെയാണ് പ്രതികരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയത്ത് അവസാനമായിട്ട് തന്റെ മകളെ അടക്കം ചെയ്യുന്നതിന് മുൻപ് പ്രാർത്ഥന കഴിഞ്ഞ് മകളുടെ ശവപ്പെട്ടിയില് നെഞ്ചമർത്തി അച്ഛനും അമ്മയും പൊട്ടിക്കരയാണ്. അതേസമയത്ത് നമ്മുടെ ആന്റണിയുടെ മകൻ ഫിലിപ്പില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാന് ബാഗ് പാക്ക് ചെയ്യുമ്പോ, എടാ നീ ഡ്രഗ്സിന്റെ പിന്നാലെ പോയതുകൊണ്ടാ പല കുട്ടികളുടെയും ജീവിതം നശിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കേ. അപ്പോഴാണ് TV-യിൽ ഒരു ന്യൂസ് കേൾക്കുന്നത്. അതായത് ഐറിൻ സാമുൽ എന്ന പെൺകുട്ടി ദീപ്തി എന്ന മറ്റൊരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് CI ആന്റണി ജോസഫിന്റെ മേലെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പേഴ്സണലായിട്ട് അവൾ ആ അന്വേഷണം കൊണ്ടുപോകുന്നതിനിടയിലാണ് ബ്രൂട്ടലായിട്ട് അവള് മരണപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആന്റണിയെ കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഫിലിപ്പ് പോകുന്നതിന് മുമ്പ് ഉപദേശിക്കുന്ന ആളുകൾക്ക് മിനിമം കുറച്ചെങ്കിലും ക്വാളിറ്റി വേണം. എന്തൊക്കെ സംഭവിച്ചിട്ടും CI ആന്റണി സർവീസിൽ ഇപ്പോഴും നിലകൊള്ളുന്നത് അയാളുടെ ഉന്നത സ്വാധീനത്തിന്റെ ശക്തിയാണ് കാണിക്കുന്നതെന്ന് മീഡിയയിലൂടെ പറയാണ്. അതേസമയത്ത് ആന്റണി ഫിലിപ്പിന്റെ ഒരു വിവരമില്ലാതായപ്പോ വിളിച്ചു നോക്കുകയാണ്. ഫിലിപ്പ് ഇപ്പോൾ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ മറ്റൊരു റൂമിലാണ്. അപ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ടാണെങ്കിലേ, നിന്റെ അച്ഛൻ എങ്ങനത്തെ ആളാണെങ്കിലും നിന്റെ അച്ഛനല്ലേ, ഒന്ന് ഫോൺ എടുക്ക്. അങ്ങനെ ഒരാളുണ്ടാവുമ്പോഴേ അതിന്റെ വില അറിയൂ. നിന്നെ ഏത് സാഹചര്യത്തിലും രക്ഷിക്കാന് അങ്ങേരെ കാണൂ. എന്നാ ഫിലിപ്പ്, അതൊക്കെ നിന്റെ തോന്നല. അതേസമയത്ത് നമ്മുടെ ആന്റണിയുടെ അസിസ്റ്റന്റ് ജോസില്ലേ, അങ്ങേര് മകന് ഫുഡ് സെർവ് ചെയ്യാണ്. അതായത് അങ്ങേരുടേതും ഒറ്റ മകനാണ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സ്നേഹം അവനോടുണ്ട്. അതേസമയത്ത് ഇപ്പോ DYSP ഫിറോസ് അല്ല കേസ് അന്വേഷിക്കുന്നത്. രാജുവിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അപ്പൊ അവന്റെ വീട്ടിൽ വന്ന് റൂം അരിച്ചു പറക്കുമ്പോ അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ആന്റണിക്ക് കോൺസ്റ്റബിൾ വന്നിട്ട് അയറിന്റെ കാറ് പോയി കഴിഞ്ഞപ്പോ പിന്നാലെ രാജീവിന്റെയും കാറ് പാസ്സായി പോയതിന്റെ CCTV വിഷ്വൽ കാണിച്ചു കൊടുക്കുന്നത്. അതേസമയത്ത് ഫിറോസ് ഹയർ ഓഫീസറോട്, സാറേ, അയറിന്റെ മർഡറിലെ രാജീവ് തന്നെ കുറ്റവാളിയാവാനാണ് സാധ്യത. അവൻ മിസ്സായിട്ട് കുറച്ചു നാളായി, ഇതുവരെ ഒരു വിവരവുമില്ല. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവനെ ആരോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ബാറിൽ നമ്മൾ കാണുന്നത് CI ആന്റണിയുടെ കൂടെ രാജീവ് ഇരിക്കുകയാണ്. അത് നമ്മുടെ സാമിന്റെ ഒരു ഫ്രണ്ട് നോട്ട് ചെയ്തിട്ട് സാമിനെ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയത്ത് സ്റ്റേഷനിലേക്ക് നമ്മുടെ ജോണി സാറിനെ കാണാൻ മകൻ വരികയാണ്. അവന്റെ സ്റ്റഡിയുടെ എന്തോ ഫീസ് അടയ്ക്കാനാണ്. അപ്പോൾ കൊളീഗ്സ് പറയുന്നുണ്ട്, മകനെ ഇത്ര അനുസരണയിൽ വളർത്തിയ ജോണി സാറിനൊരു സെല്യൂട്ട് തന്നേ മതിയാവും. അത് ചെറുപ്പം മുതലേ ഞാൻ അവനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആന്റണിയെ നോക്കിയിട്ട്, കുറച്ച് വലുതായി കഴിഞ്ഞാല് മക്കളെ നമ്മൾ പിടിച്ചാലും നിൽക്കൂല. അതേ സമയത്താണ് CIയുടെ ഫോണിലേക്ക് രാജുവിന്റെ മെസ്സേജ് വരുന്നത്. അർജന്റാണ്, വേഗം എന്നെ തിരിച്ചു വിളിക്കേ. അതേ സമയത്ത് സൈബർ സെല്ല് രാജുവിന്റെ ഫോൺ ഓണായല്ലോ. അവന്റെ ലൊക്കേഷൻ DYSP ഫിറോസിന് പാസ് ചെയ്യാണ്. അപ്പോൾ CI രാജുവിന്റെ അമ്മയെ വിളിക്കുമ്പോ, സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരുന്നതാ. സാറിന്റെ പേരില് ഇവിടെ ഒരു പാർസൽ വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വന്ന് ആ പാർസൽ തുറന്നു നോക്കുമ്പോ അതിന്റെ ഉള്ളിലെ രാജീവിന്റെ ഫോണാണ്. എന്നാൽ ആ ഫോൺ ലോക്കാണ്. എപ്പോഴും ഒരിക്കൽ അവൻ ആ പാസ്വേഡ് അടിക്കുന്നത് CI കണ്ടപ്പോ അത് ഓർത്ത് അടിച്ചു നോക്കുമ്പോ അതിലൊരു വീഡിയോ ഉണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോ മുഖം മൂടി ഇട്ടിട്ട് നമ്മുടെ സാമില്ലേ രാജീവിനെ ചാക്കിൽ കെട്ടിയിട്ട് നായ്ക്കളുള്ള മറ്റൊരു റൂമിലേക്ക് അവനെ കൊണ്ടുപോയിട്ടാണ്. അവന്റെ അലറി കരച്ചു കേൾക്കുമ്പോ അവന്റെ അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്ക് സാറേന്ന് CIയോടും DYSPയോടും പറയുന്നുണ്ട്. അപ്പോൾ സാം ആണെങ്കിൽ, എന്റെ മോള് പറയായിരുന്നു ദീപ്തിയുടെ മരണത്തില് മരിച്ചവർക്ക് നീതി വേണ്ടെന്ന്. എന്നാലിപ്പോ എന്റെ മോൾക്ക് ഞാൻ നീതി വാങ്ങി കൊടുക്കണ്ടേ? അവൻ കരയെന്ന് കേട്ടിട്ട് സങ്കടപ്പെടുന്നു വേണ്ട. എന്റെ മോളും ഇതുപോലെ ആയിരിക്കില്ലേ അന്ന് കരഞ്ഞിട്ടുണ്ടാവുക? പോലീസുകാർക്ക് സ്റ്റാറിന്റെയും ഡ്രസ്സിന്റെയും കനം വെച്ച് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യമുണ്ടോ? എന്നാല് ഇനി അത് ഞാൻ മാറ്റും. എന്റെ മകളുടെ മരണത്തിന് കാരണക്കാരനായ രണ്ടാമത്തെ ആള് ആന്റണി സാറേ താനാ. തന്റെ കുരിശ് മരണം കൂടി കണ്ടാലേ എനിക്ക് സമാധാനാവും. അങ്ങനെ ആ വീഡിയോ കട്ടാവാണ്. സംഭവമൊക്കെ അറിഞ്ഞപ്പോ ഹയർ ഓഫീസർ ആന്റണിയെ വിളിപ്പിച്ചിട്ട്, ആന്റണി, നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നീ അത് തുറന്നു പറ, എന്നാല് നിന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റൂ. അപ്പൊ ആന്റണി ആണെങ്കിൽ, എനിക്ക് രാജീവ് ആരാന്ന് പോലും അറിയില്ല. പിന്നെ ആ വീഡിയോ ആണെങ്കിൽ ഇപ്പോ കേസ് അന്വേഷിക്കുന്നത് ഫിറോസ് സാറല്ലേ, അങ്ങേര് കണ്ടുപിടിക്കട്ടെ. അല്ലെങ്കിൽ ഫിറോസ് സാറ് പറ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ തെളിവെങ്കിലും എന്റെ നേരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആ സാമ് അവൻ ഓൾറെഡി ലൈഫിൽ സംഭവിച്ച പല പ്രശ്നം കാരണം മെഡിസിനൊക്കെ എടുക്കുന്നയാ. അപ്പോ വല്ല ഭ്രാന്തും വിളിച്ചു പറഞ്ഞാല് ഞാൻ കുറ്റവാളിയാവോ? തെളിവ് വേണ്ടേ? അപ്പോൾ ഹയർ ഓഫീസർ ആണെങ്കിൽ, ആന്റണി, നിന്റെ സ്വഭാവം കൊണ്ടാ ഇപ്പോഴും നീ CI ആയിട്ട് തന്നെ
ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളവരൊക്കെ എവിടെ എത്തിയെന്നറിയോ? തൽക്കാലം നീ പോയിക്കോ, ഞാൻ നിന്നെ വിളിപ്പിക്കാം. അപ്പോഴാണ് ഫിറോസ് പറയുന്നത്, സാറേ ആ വീഡിയോയിൽ നിന്ന് രാജീവ് എവിടെ വെച്ചാണ് എപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്ന് ഒരു ക്ലൂവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതേ സമയത്ത് ഡോക്ടറെ മീറ്റ് ചെയ്യാൻ ആന്റണി വന്നപ്പോൾ ഡോക്ടർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒന്ന് ബ്രേക്ക് എടുക്ക്, ഫിലിപ്പുമായിട്ട് കുറച്ചെങ്കിലും അടുക്കാനുള്ള ഒരേ ഒരു ചാൻസ് ആയത്. അവൻ നിന്നിൽ നിന്ന് വല്ലാതെ അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ചാൻസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോലും ചിലപ്പോൾ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള ശ്രേയ എന്നൊരു പെൺകുട്ടി വന്നിട്ട്, സാറേ കുറച്ചു നേരത്തെ ഞങ്ങൾക്കൊരു കോൾ ഉണ്ടായിരുന്നു. ഐറിൻ കേസിലെ പ്രതി കുറച്ച് സമയം കൊണ്ട് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ആവുന്നു. അയാള് ഓഫീസ് നമ്പറിലേക്ക് വിളിച്ച് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ ഫോണ് പോകുന്നില്ല. അപ്പോൾ പോലീസുകാർ ചിലപ്പോൾ കളിപ്പിക്കാനാണെങ്കിലോ എന്തായാലും നിങ്ങൾ പുറത്തു വെക്ക്. ആന്റണി 2 ദിവസം ലീവ് എടുക്കാന്ന് കരുതിയിട്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടത്തേക്കും അനങ്ങാൻ പറ്റില്ല. അതേ സമയത്ത് ഫിറോസും അസിസ്റ്റന്റും കൂടി സാമിന്റെ ഭാര്യയെ കാണാൻ വന്നിട്ട് സാമിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ സാം മകളുടെ മരണത്തിന് ശേഷം ഇവിടുന്ന് പോയിട്ട് എന്നെ വിളിച്ചിട്ടില്ല. ഇനി വിളിച്ചാലും സാമിനോട് ഞാൻ പറയാം സാം ചെയ്യുന്നത് തന്നെയാ ശരിയെന്ന്. അപ്പോൾ ഡിവൈഎസ്പി ഫിറോസ് ആണെങ്കിൽ ഐറിന്റെ കേസിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേ വേണ്ട. ഉറപ്പായിട്ടും നിങ്ങളുടെ മകൾക്ക് ഞങ്ങൾ നീതി വാങ്ങി തന്നിരിക്കും. അപ്പോൾ അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ പണ്ടേ വിശ്വാസം പോയതാ. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ഒരു വണ്ടി പാഞ്ഞു വരുന്നത്. നോക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് കുറ്റവാളിയായിട്ട് പുറത്തിറങ്ങുന്നത് ഐറിന്റെ അച്ഛൻ സാം തന്നെയാണ്. അപ്പോൾ സേഫായിട്ട് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറ്റിയ ശേഷം സാമിനോട്, നീ എന്താ മീഡിയൊക്കെ വിളിച്ചിട്ട് ഷോ ഇറക്കുക, എവിടാ രാജീവ് എവിടാ? അപ്പോൾ സാമില്ലേ അവരുടെ മുഖത്തൊക്കെ ചിരിക്കുകയാണ്, പറ്റുമെങ്കിൽ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ അയാളെ ചവിട്ടി താഴെടുമ്പോൾ നമ്മുടെ ആന്റണി സാറില്ലേ അങ്ങനെ പുറത്ത് വന്നിട്ട് ഫിറോസ് സാറിനെ വിളിക്കുക. അപ്പോൾ സാമാണെങ്കിൽ, വേണ്ട സാറേ ഇനി ഈ കേസ് ആരും അന്വേഷിക്കണ്ട. അപ്പോൾ ആന്റണി ഒരു കാര്യം ചെയ്യ്, അയാളെ ഉള്ളിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് ഈ കേസ് ഇപ്പം അന്വേഷിക്കുന്നത് ഫിറോസ് സാറാ, അങ്ങേരെ ഞാൻ വിളിപ്പിക്കാം. അപ്പോൾ സാമ്, സാറേ ഞാൻ പറയാം, പാറ്റേൺ ഇപ്പോൾ എൻ്റെ കയ്യിലാ, അത് കിട്ടിയിട്ട് അന്വേഷണം നിങ്ങൾ തുടങ്ങിയാൽ മതി. അതുവരെ ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഇളവുകൾ തരുന്നതും ഞാൻ മാത്രമായിരിക്കും. സാറേ സാറിന് പറ്റുകയാണെങ്കിൽ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യോ? പത്രക്കാരെ വിളിച്ച് ഒരു ബൈറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ബൈറ്റാന്ന് ചോദിക്കുമ്പോൾ, മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകൾ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ മകളുടെ മരണത്തിന് പിന്നിലെ രണ്ടാമൻ ആരാന്ന്, അത് സാറാണ്, CI ആന്റണി തോമസ്. തന്നെ പച്ചക കത്തിക്കാനുള്ള പക എൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ആ പത്രക്കാരെ വിളിച്ചിട്ട് താൻ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഞാൻ വിടും. അപ്പോൾ ആന്റണി ആണെങ്കിൽ, നിനക്ക് പ്രാന്ത് പിടിച്ചാ? ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? സാർ എന്താ ചെയ്തതെന്ന് എനിക്കും സാറിന് വ്യക്തമായിട്ട് അറിയാം. എന്താ അറിയാന്ന്? നിനക്ക് പ്രാന്താണോ? ജോണി ഒന്ന് നോക്കണ്ട, ഫിറോസ് സാറിനെ വിളിക്കുക. അപ്പോൾ സാമ്, ആഹാ നിങ്ങൾ എൻ്റെ വഴിക്കല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നതിൽ ആന്റണി സാറ് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. എന്നിട്ട് ആന്റണി സാറിനോട് ഫോണൊന്നും എടുക്കുന്നുണ്ട്, ഒരു കോൾ ചെയ്യാനാ. പാസ്വേഡ് സാർ എന്തായാലും മാറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല, സാം ഒരു ഹാക്കർ അല്ലേ. അങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട്, ആഹാ ഈ നമ്പറിലേക്ക് സാറും വിളിച്ചല്ലേ? കുറച്ചു നേരത്തെ രാജീവിന്റെ നമ്പറിൽ നിന്നില്ലേ അതേ നമ്പറാണ്. ഇനി അങ്ങോട്ട് ഈ നമ്പർ മറക്കാതെ ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആവശ്യം വരും. സെഡേഷന്റെ സമയം തീർന്നു നോക്കാനാ. അതും പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ ആ ഒരു ഫോണ് പിക്ക് ചെയ്യുന്നത് ഫിലിപ്പാണ്. അവൻ പേടിച്ച് പറച്ച്, ആരാ ഇത്? അപ്പൊ ആന്റണി, ഫിലിപ്പെ മോനെ നീ ഇതെവിടെയാ? എനിക്ക് അറിയില്ല, ഏതൊരു പെട്ടി പോലെ ഉണ്ട്. അപ്പോൾ സാമും, അതെ അതൊരു പെട്ടി തന്നെയാ, സാറിന്റെ മോനെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഞാൻ കുഴിച്ചിട്ടിരിക്കുക. അപ്പോൾ പരിഭ്രാന്തായിട്ട്, ആന്റണി മോനെ ഫിലിപ്പെ നീ പേടിക്കണ്ട, നിന്നെ ഞാൻ വേഗം കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഫോണിൽ ചാർജ് തീരാനായി. അതിനുള്ളിൽ ആന്റണി ഫോണ് കട്ടിയാണ്, കാരണം സംസാരിച്ചുകൊണ്ടിരുന്നാല് ഫോൺ ഡെഡായി പോവില്ലേ. എന്നിട്ട് അസിസ്റ്റന്റ് ദിവ്യോട് ആ നമ്പറിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യും. അപ്പൊ കലിപ്പായ ആന്റണി സാമിനെ ചവിട്ടി തെറിപ്പിച്ചിട്ട്, മര്യാദക്ക് പറടാ എവിടെ എന്റെ മോനെ? സാറ് കണ്ടുപിടിക്കുക സാറ്, എന്റെ മോനെ വെച്ച് നീ കളിക്കണോടാ? അപ്പോൾ അസിസ്റ്റൻസ് ആന്റണി പിടിച്ചൊക്കെ നോക്കുമ്പോൾ കലിപ്പായ ആന്റണി ഗണ്ണെടുത്ത് നെറ്റിയിൽ വെച്ച്, മര്യാദക്ക് പറഞ്ഞില്ല ഞാൻ പൊട്ടിക്കും. അപ്പോൾ സാം പോക്കറ്റിൽ നിന്ന് ഒരു പോയിസൺ ബോട്ടിൽ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട്, മരണത്തെ പിടിച്ച് ഞാനെല്ലാം പറയുമെന്ന് താൻ കരുതിയോടോ? അപ്പോൾ ആന്റണി ആണെങ്കിൽ, സമയ സത്യമായിട്ടും എനിക്ക് രാജീവിനെ അറിയില്ല, പ്ലീസ് ഐറിനെയും ഞാനല്ല ഒന്നും ചെയ്തേ, എന്റെ മോൻ എവിടെയാന്ന് പറ. അവ ചിരിച്ചുകൊണ്ട് സാം ടിവിയിലൊരു ന്യൂസ് കാണിച്ചു കൊടുക്കാണ്. നോക്കുമ്പോൾ ന്യൂസിൽ ഐറിൻ സാമുലിന്റെ മർഡറുമായിട്ട് ബന്ധപ്പെട്ട് CI ആന്റണിക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന 2 CCTV വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തത് കുറ്റവാളിയായ രാജീവുമായിട്ട് ആന്റണി ബാറിൽ വെച്ച് സംസാരിക്കുന്ന വിഷ്വല്. രണ്ടാമത് ഐറിൻ കൊല്ലപ്പെടുന്ന രാത്രി അവളുടെ കാറിനെ CI ആന്റണി ഫോളോ ചെയ്യുന്ന വിഷ്വൽസും ന്യൂസിലൂടെ പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡിവൈഎസ്പി ഫിറോസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അസിസ്റ്റന്റ് ഓഫീസേഴ്സും ഷോക്കായിട്ട്, അല്ല എന്താ സാറേ ഇതൊക്കെ? അപ്പോഴാണ് സാമ് പറയുന്നത്, എന്താ CI സാറേ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ മോള് മരിക്കുന്നതിന് മുൻപ് അനുഭവിച്ച വേദന എന്താന്ന് താനും അറിയണ്ടടോ? നിനക്ക് രക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്റെ കൺമുമ്പിൽ കടന്ന് നിന്റെ മോൻ മരിക്കും. അന്ന് മക്കള് നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താന്ന് താൻ അറിയും. എന്നിട്ട് ജോണി സാറിനോട്, സാറേ ഇത്തരെങ്കിലും ശിക്ഷ എന്റെ മോളോട് ക്രൂരത ചെയ്ത ഇയാൾക്ക് ഞാൻ കൊടുക്കണ്ടേ? ഇത് പറയുമ്പോൾ ആ ഒരു വിഷമുള്ളിലായിട്ട് സാമ് രക്തം തൊപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ CI ആന്റണി ആണെങ്കിൽ, നിന്റെ പക നീ എന്നോട് തീർക്ക്, എന്റെ മോനെ വിട്ടേക്ക്. അപ്പോൾ സാമ്, നിനക്ക് അവനെ രക്ഷിക്കാൻ വേണമെങ്കിൽ ഒരവസരം ഞാൻ തരാം. നിന്റെ മോന്റെ അടുത്തുനിന്ന് ഇവിടെ വരെ ഞാൻ എത്താനെടുത്തത് 15 മിനിറ്റ്, ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ട് 15 മിനിറ്റ്. അപ്പോൾ ആന്റണി, ഞാൻ കുറ്റസമ്മതം നടത്താം, സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. എന്നാൽ സാമ്, ഇന്ന് ജൂൺ 15 ഫാദേഴ്സ് ഡേ, ഹാപ്പി ഫാദേഴ്സ് ഡേ ആന്റണി. താൻ ഒറ്റക്ക് പോയിട്ട്
തന്റെ മോനെ രക്ഷിക്കാൻ പറ്റും നോക്ക്. അതും പറഞ്ഞ് സാം അവിടെ മരണപ്പെട്ട് വീഴാണ്. അപ്പോൾ മൈൻഡൊക്കെ ബ്ലോക്കായിട്ട് ആന്റണി തന്റെ മകനെ ആദ്യമായിട്ട് നഴ്സ് കയ്യിലേൽപ്പിച്ച ആ ഒരു നിമിഷം ഓർത്ത് നോക്കാണ്. അപ്പോൾ ആന്റണി ജോണിയോട്, ജോണി, ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ മോൻ ഫിലിപ്പ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ജോണി ആണെങ്കിൽ അടുത്ത 1 മണിക്കൂർ സാറിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. അത് സാറിന്റെ കണ്ണീര് കണ്ടിട്ടല്ല, ഒരു ജീവൻ രക്ഷിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ പത്രക്കാരറിയാതെ ഉടനെ തന്നെ സാമിന്റെ ബോഡി സ്റ്റേഷന്റെ പിന്നിലൂടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അങ്ങനെ പിന്നിലൂടെ പോലീസ് ജീപ്പിൽ ആരും അറിയാതെ സാമിന്റെ ബോഡി കൊണ്ടുപോകണം. പുറത്തുള്ള ആളുകൾ ഉള്ളിലേക്ക് വരാതിരിക്കാൻ കുറച്ച് ഫോഴ്സിന് എക്സ്ട്രാ വിളിച്ചോ. പിന്നെ സാമിന്റെ പ്രൊഫൈല് എനിക്ക് ഇപ്പൊ തന്നെ ഇവിടെ വേണം. അപ്പോൾ ജോണിയോട് അടുത്ത 1 മണിക്കൂർ ഫിറോസ് സാറോ മുകളിൽ ആരും സാമ മരണപ്പെട്ട കാര്യം അറിയാൻ പാടില്ല. എന്റെ മോനെ രക്ഷിക്കാൻ ഈ സമയം എനിക്കുള്ളൂ. അങ്ങനെ ഫിലിപ്പിനെ വിളിച്ചു നോക്കുമ്പോൾ അവനാണെങ്കിൽ എവിടെയാ ഞാനുള്ളതെന്ന് ലൊക്കേഷൻ കിട്ടിയോ? ഈ ഫോണിലെ ചാർജ് ഇപ്പൊ തീരും, എങ്ങനെയും എന്നെ രക്ഷിക്കേ. അപ്പോൾ സി ആണെങ്കിൽ മോനെ നീ പേടിക്കണ്ട, നിന്റെ ഫോൺ ഇപ്പൊ എവിടെയുള്ളേ? അപ്പോൾ അവനാണെങ്കിൽ എനിക്കറിയില്ല, എന്റെ കയ്യിലില്ല ഇപ്പോ. അപ്പോൾ സി ആണെങ്കിൽ മോനെ നിനക്ക് ശരിക്കും എന്താ പറ്റിയേ? അത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വണ്ടി കാത്തുകയായിരുന്നു. അപ്പോൾ ഒരാൾ വണ്ടി നിർത്തിയിട്ട് വഴി ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാൻ നോക്കിയപ്പോൾ അയാളൊരു തവല് എന്റെ മുഖത്ത് വെച്ച് അമർത്തി. അപ്പൊ തന്നെ എന്റെ ബോധം പോയി. പിന്നെ ബോധം പതിയെ തെളിയുന്ന സമയത്ത് എന്റെ കയ്യിൽ എന്തോ ആൾ കുത്തിവെക്കുന്ന കണ്ടു. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ഈ ഒരു പെട്ടിയുടെ ഉള്ളില്. അപ്പോൾ അച്ഛൻ ആന്റണി, മോനെ നീ എവിടെയുള്ളതെന്ന് എന്തെങ്കിലും ഒരു സൂചന തരാൻ പറ്റുമോ? എനിക്കൊന്നും അറിയില്ല. അപ്പോൾ പതിയെ റേഞ്ച് കട്ടാവുമ്പോൾ ആന്റണി, നീ ആ ഫോണിൽ ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ നോക്ക്. ഇതൊരു പഴയ നോക്കിയ ഫോണാ, ഇതിൽ അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ ആന്റണി ആണെങ്കിൽ മോനെ ഫിലിപ്പെ, തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഫോൺ കട്ട് ചെയ്യാം, നീ പേടിക്കണ്ട, ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ജോസ് ആണെങ്കിൽ ഫിലിപ്പിന് ഇങ്ങോട്ട് വിളിക്കാൻ ഔട്ട് ഗോയിങ് ചാർജ് ചെയ്യാം. സൈബർ സെല്ലിനാണെങ്കിൽ അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ആന്റണി ഈ സാമിന്റെ ഭാര്യയിലെ തെരേസ, അവരോട് എന്നെ വിളിക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ആന്റണിയില്ലേ തന്റെ ടീമിനെ കൂടിയിട്ട് ഒരു ബ്ലൂ പ്രിന്റില് തന്റെ സ്റ്റേഷന്റെ പരിധി വെച്ച് ഇതിന്റെ ചുറ്റും സ്റ്റേഷനിലേക്ക് എത്താൻ 4 വഴിയാണുള്ളത്. ഈ ഒരു വഴികൾ കണക്ട് ചെയ്യാൻ മറ്റ് 15 ചെറു വഴിയുണ്ട്. സാം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് ഫിലിപ്പുള്ള സ്ഥലത്തുനിന്ന് ഈ സ്റ്റേഷനിലേക്ക് എത്താൻ 15 മിനിറ്റ് എടുത്തു എന്നാണ്. അത് ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ആ ഒരു 15 മിനിറ്റിൽ നമ്മൾ എത്തുന്ന സ്ഥലം ആ ഭാഗത്ത് എവിടെയെങ്കിലും ഫിലിപ്പ് ഉണ്ടാവും. അപ്പൊ ഹീറോയിലെ 4 ആളുകളോട് നിങ്ങൾ ഈ 4 വഴിയിൽ പോയിട്ട് ആ ഭാഗത്ത് എവിടെയൊക്കെ CCTV ക്യാമറ ഉണ്ടോ അവിടത്തേക്ക് വിഷ്വൽസ് ചെക്ക് ചെയ്യുക. ഫിലിപ്പുള്ള സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ സാമു വന്ന വഴി രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റും. അപ്പോൾ ലേഡി അസിസ്റ്റന്റ്, സാറേ തെരേസയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവിടുത്തെ സ്റ്റേഷനിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ അവരിങ്ങോട്ട് കോൾ ബാക്ക് ചെയ്യും. അതുപോലെ സാമിന്റെ പ്രൊഫൈലും കൊടുക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഫിലിപ്പ് ഉപയോഗിക്കുന്ന സാം കൊടുത്ത നമ്പറിന്റെ ഡീറ്റെയിൽസും കൊടുക്കുകയാണ്. ആ ഒരു ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ ആലുവയിലുള്ള അഹമ്മദ് മുസ്തഫ എന്ന ഒരാളുടെ പേരിലാണ് ആ കണക്ഷൻ എടുത്തിട്ടുള്ളത്. എന്നാൽ ഈ നമ്പറിന്റെ ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ CI കലിപ്പാകുമ്പോൾ, സാറേ സാം ഒരു ഹാക്കറാണ്. അപ്പോഴാണ് സാം മരിക്കുന്നതിന് മുൻപ് ഈ ഒരു നമ്പർ ഓർത്തു വെച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ ആന്റണിക്ക് ഒരു കാര്യം കത്തിയിട്ടുണ്ട്. മുസ്തഫയുടെ ലൊക്കേഷൻ ആലുവയിലാണ്. അപ്പോൾ ആലുവ ഭാഗത്ത് ആ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടാവും. അങ്ങനെ ആ സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഒരു പഴയ കേസ് ഡീറ്റെയിൽസ് ഈ നമ്പറിലുള്ളത് ഉടനെ തന്നെ എനിക്ക് എടുത്ത് അറിയിക്കുക. അതേ സമയത്ത് സാം സഞ്ചരിച്ചിരുന്നു ആ ഭാഗത്തുള്ള പല കടകളിലും സാമിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ പലരും അറിയില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് ആലുവ സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾ വിജയം വിളിച്ചിട്ട്, സാറേ സാറ് പറഞ്ഞ് 113/01 കേസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കേസ് നടക്കുന്നത് 2009-10 സമയത്ത്. അതിലെ വിക്ടിം ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയായിരുന്നു. കുട്ടിയുടെ പേര് പ്രിയ എന്നാണ്. ആ കുട്ടി പഠിച്ചിരുന്ന പാരലൽ കോളേജിന്റെ അടുത്ത് അവള് റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു. അപ്പോൾ പ്രതി അതേ കോളേജിലെ ഒരു മാഷായിരുന്നു. അയാളുടെ പേര് അഹമ്മദ് മുസ്തഫ. അയാൾ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് 20 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരുന്നു. പേര് കേട്ടപ്പോൾ സേ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അയാളുടെ പേരിലല്ലേ തന്റെ മകന്റെ കയ്യിലുള്ള നമ്പറുള്ളത്. അപ്പോൾ CI ആന്റണി, അല്ല ഈ അഹമ്മദ് മുസ്തഫ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയണം. അതുപോലെ ആ ഒരു പെൺകുട്ടി പ്രിയവുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് ഉടനെ തന്നെ ട്രാക്ക് ചെയ്ത് എന്നെ അറിയിക്കണം. അപ്പോൾ കോൺസ്റ്റബിൾ വിജയനും സമ്മതിക്കുകയാണ്. അപ്പോൾ ജോണി ചോദിക്കുന്നുണ്ട്, അല്ല സാറേ ഈ സമയത്ത് ഈ പഴയ കേസിന്റെ പിന്നാലെ നമ്മൾ എന്തിനാ പോകുന്നത്? CI ആന്റണി ആണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ല, സാം നമ്മളെ കൊണ്ട് അവന്റെ പ്രാന്തൻ കളി കളിപ്പിക്കുക. അതായത് ഫിലിപ്പിന് സാം കൊടുത്ത നമ്പർ അതാണ് അവൻ ആദ്യമായിട്ട് നമുക്ക് തന്ന ക്ലൂ. ആ നമ്പറിന്റെ അവസാനത്തെ 5 ഡിജിറ്റാണ് ഈ കേസിന്റെ നമ്പർ. ആ കേസ് എടുത്തപ്പോൾ അതിലെ കുറ്റവാളി ആ സിമ്മിന്റെ ഓണർ. അപ്പോൾ പ്രതിയും ഓണറും അഹമ്മദ് മുസ്തഫ എന്ന ഒരേ ആളാവുമ്പോൾ ഇതൊന്നും ഒരു ഇൻസിഡന്റ് അല്ല. ഉറപ്പായിട്ടും സാം കളിക്കുന്ന ചരടിന്റെ തറ്റം തന്നെയാണ്. പിന്നെ ഈ ഒരു ക്രൈം നമ്പറും ഈ പ്രതിയുടെ പേരും ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ആലുവയിൽ ഒരു കേസായിരുന്നു ഇത്. ഞാൻ ആ സ്റ്റേഷനിലെ SI ആയപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ കേസ്. അത് കേട്ടപ്പോൾ നമ്മുടെ ജോണിയും ലേഡി അസിസ്റ്റന്റും ഷോക്കായി പോകുന്നുണ്ട്. എല്ലാ ക്ലൂകളും ആന്റണിയെ ചുറ്റി വളയുന്ന കയറുകൾ തന്നെയാണ്. അപ്പോഴാണ് സ്കൂൾ പരിസരത്ത് ഒരു കുളത്തില് പ്രിയ എന്ന ആ പെൺകുട്ടിയുടെ ബോഡി പൊന്തുന്നതും അന്നത്തെ SI ആയിരുന്ന ആന്റണി
ആന്റണി പാരൽ കോളേജ് മാഷായിട്ടുള്ള മുസ്തഫയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്യുന്ന സീൻ നമ്മൾ കാണുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എടുത്ത് പഞ്ഞു കിട്ടിട്ട് മര്യാദ പറടാ ആരടാ ചെയ്തേ. അവസാനം അയാളെ സമ്മതിക്കാണ്, സാറേ ഇനിനെ തല്ലല്ലേ, ഞാനാ ചെയ്തേ. അപ്പോ ആന്റണിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, സാം എന്തിനായിരിക്കും ആ പഴയ കേസ് വീണ്ടും ഇപ്പൊ ഓർമ്മിപ്പിക്കേണ്ട കാര്യം. അതേ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മോനിപ്പോ എവിടെയുള്ളതെന്ന് വല്ലതും അറിഞ്ഞോ? അവനോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ കോൺഫറൻസിലിട്ടിട്ട് ഫിലിപ്പിനോട് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിന് നിന്നോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഡോക്ടറും ഫിലിപ്പ് ഏതൊരു ഇരുണ്ട സ്ഥലത്തും മൊത്തം വായുവിന്റെ 5% ഓക്സിജൻ ആയിരിക്കും. എന്നാൽ പാനിക്കായിട്ട് വേഗം ശ്വാസം എടുത്താൽ ആ ഓക്സിജൻ വേഗം ഇരട്ടിയായിട്ട് കൺസ്യൂം ആവും. അതുകൊണ്ട് കാമായിട്ട് മെല്ലെ ശ്വാസം എടുക്കുക. അപ്പൊ ആന്റണി, ഫിലിപ്പെ നീ പാനിക്കാവണ്ട, ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യും. അങ്ങനെ ഫിലിപ്പിനോട് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടർ, ആന്റണി ഓരോ പ്രാവശ്യവും ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. പെട്ടിക്കകത്ത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാല് ചിലപ്പോൾ അവന്റെ ബോധം പോവാനോ അല്ലെങ്കിൽ കോമയിലാവാനോ വരെയുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു മെഡിക്കൽ ടീമിനെ സ്റ്റേഷനിലേക്ക് അയക്കുന്നുണ്ട്. ഫിലിപ്പിലെ സ്ഥലം മനസ്സിലായാൽ ഉടനെ തന്നെ അവരെയും കൂട്ടി പ്രിക്കോഷൻസ് കൊടുക്കുക. അപ്പോൾ ആന്റണിയില്ലേ ഡോക്ടറോട്, ഡോക്ടറെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, അടുത്തൊരു മണിക്കൂറത്തേക്ക് സാമിന്റെ മരണം പുറത്ത് ആരും അറിയാതെ ഹോൾഡ് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്കിവിടെ പിടിച്ചു വെക്കാനോ മോനെ രക്ഷിക്കാനോ പറ്റില്ല. അപ്പോൾ ഡോക്ടറും സമ്മതിക്കുകയാണ്. അതേ സമയത്ത് ആലുവ സ്റ്റേഷനിൽ നിന്ന് കോൺസ്റ്റബിൾ വിജയം വിളിച്ചിട്ട്, സാറേ ആ കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. പ്രിയ എന്ന ആ പെൺകുട്ടി മരണപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയും മരണപ്പെട്ടുപോയി. പിന്നെ ആ കേസിലെ കുറ്റവാളി അഹമ്മദ് മുസ്തഫ, അയാളൊരു എത്തിയുമായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അയാള് സ്വന്തം ജീവൻ ഒടുക്കായിരുന്നു. അപ്പോൾ ആ ഒരു കേസ് മിസ്ലീഡിംഗ് ആണെന്ന് കരുതിയിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വീണ്ടും വിജയം വിളിച്ചിട്ട്, സാറേ അന്നത്തെ കേസിലെ യഥാർത്ഥ കുറ്റവാളി MLAയുടെ മകനാണെന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആന്റണി, അതൊക്കെ എനിക്കറിയാം, ആ സമയത്ത് കേസ് ഞാൻ അന്വേഷിച്ചേ. അത് പറയാനല്ല സാറ് വിളിച്ചേ. ആ MLA ഇന്ദിരയില്ലേ, അവരെ ഇപ്പൊ കാണാനില്ല, മിസ്സിംഗ് ആണ്. സാധാരണ അവര് ഗുരുവായൂരേക്ക് എല്ലാ മാസവും പോവാറുണ്ട്. എന്നാൽ ഇപ്പൊ കുറച്ചു നേരത്തെ അവരുടെ മകള് വിളിച്ചിട്ട് വാഗമണിലെ എംപറ്റി ഹോട്ടൽ 404-ാമത്തെ റൂമില് അവരെ ആരോ കിഡ്നാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു പോലും. അപ്പോൾ അവർക്ക് മെസ്സേജ് വന്ന ആ ഒരു നമ്പർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് സാറിന്റെ നമ്പറാ. അത് കേട്ടപ്പോൾ ആന്റണി ഷോക്കായി പോണേ, എന്റെ നമ്പറോ? ആന്റണിക്കും അസിസ്റ്റൻസിനും സാമിന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് സൈബർ സെൽ എന്ന് കോൾ വരുന്നത്. സാറേ, നമ്മൾ ഫിലിപ്പിന്റെ നമ്പർ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ശ്രീലങ്കയിലേക്കും മറ്റ് പല സ്ഥലത്തേക്കും മാറിക്കൊണ്ടിരിക്കുക. അവസാനമായിട്ട് നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. സാർ ഇപ്പൊ തന്നെ ഒന്ന് ഫിലിപ്പിനെ വിളിക്കോ, ഫോണ് കുറച്ചു നേരം കട്ട് ചെയ്യാതെ ലോങ് ആയിട്ട് കൊണ്ടുപോകണേ. അപ്പോഴാണ് ആന്റണി വിളിക്കുമ്പോൾ ഫിലിപ്പാണെങ്കിൽ, അച്ഛാ ഫോൺ ഇപ്പോൾ ഓഫാവും, ചാർജ് തീരാനായി, ഞങ്ങൾ വന്നോണ്ടിരിക്കുക, നീ പാനിക്കാവല്ലേ. അതിനുള്ളില് ഫോണ് ഓഫാവാണ്. എന്നാൽ സൈബർ സെല്ലിന് ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ആന്റണി ആണെങ്കിൽ തീരെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വിളിച്ചിട്ട്, സാറേ ഈ ഭാഗത്തോടെയുള്ള എല്ലാ CCTV ക്യാമറയിലൂടെയും സാമിന്റെ കാറ് പോയിട്ടുണ്ട്, അതായത് അതും മുട്ടം പണി തന്നെ. അപ്പോഴാണ് കോൺസ്റ്റബിൾ ജോണി ചോദിക്കുന്നത്, സാറേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാം ഒരുക്കി വെച്ച ഒരു കെണിയിലേക്കാണോ എന്ന് സംശയമുണ്ട്, നമ്മളെ വഴി തെറ്റിക്കാൻ. അപ്പോഴാണ് TVയിലൊരു ന്യൂസ് വരുന്നത്. നോക്കുമ്പോൾ മിസ്സായ ഇന്ദിര എന്ന MLA ഇല്ലേ, അവര് പറയാണ്, ഞാനിപ്പോ 403 എന്ന ഒരു റൂമിലാണ്. വർഷങ്ങൾക്ക് മുൻപ് പ്രിയ എന്ന ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിലെ അഹമ്മദ് മുസ്തഫ എന്ന ഒരു നിരപരാധിയായ ടീച്ചർ ശിക്ഷിക്കപ്പെടുകയുണ്ടായി. ആ സമയത്ത് ഞാനായിരുന്നു MLA. അന്ന് ആ കുറ്റകൃത്യം ചെയ്തത് എന്റെ മകൻ സൂരജ് ആയിരുന്നു. അന്ന് ആ കേസ് ഒതുക്കി തീർക്കാൻ അന്നത്തെ SI ആയിരുന്ന ആന്റണിക്ക് പണം കൊടുത്തിട്ടാണ് ഞാൻ സ്വാധീനിച്ചത്. അപ്പോഴാണ് അന്ന് ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് അയാളെ പഞ്ഞു കെട്ടിട്ടാണ് അയാളെ കൊണ്ട് ആ കുറ്റം സമ്മതിപ്പിച്ച്. അങ്ങനെ വീട്ടിലേക്ക് കയറുമ്പോൾ കൈക്കൂലി വാങ്ങിയ ആ പൈസ എടുത്തിട്ട് ഭാര്യ, അപ്പോൾ നാട്ടുകാർ പറയുന്ന സത്യമല്ലേ, നിങ്ങൾ തന്നെയാ ആ പാവത്തിനെ കുടിക്കുക. അപ്പോൾ ആന്റണി ആണെങ്കിൽ ജീവിക്കാൻ പൈസ വേണ്ടേ, എല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ഭാരം ഞാനും എന്റെ കുഞ്ഞുമായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ പ്രഗ്നൻസിക്ക് പ്രസവ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാര്യ, എന്നെ തൊട്ടുപോകരുത്, ആ ഒരു പാവം കുഞ്ഞിന് നീതി കിട്ടണം, അതിനുശേഷം മതി ഭർത്താവാവുന്നതും കുഞ്ഞിന്റെ അച്ഛനാവുന്നതും. അങ്ങനെ ലേബർ റൂമിലേക്ക് പോയ ശേഷം പിന്നീട് മകൻ ഫിലിപ്പ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അപ്പോഴാണ് ജോണി പറയുന്നത്, സാറേ നമുക്ക് ലൊക്കേഷനോ ഒന്നും ട്രേസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോഴാണ് ലേഡി അസിസ്റ്റന്റ്, സാറേ നമ്മൾ കറക്റ്റ് റൂട്ടില്ല, കാരണം സാം ഫസ്റ്റ് കണക്ഷനായിട്ട് വെച്ചത് ആ ഒരു ഫിലിപ്പിന്റെ നമ്പറായിരുന്നു. അതിനുശേഷം ആ ഒരു കേസും MLA ഇന്ദിരയിലേക്കും. അപ്പോൾ ആ ഒരു വീഡിയോയിലോ ഇതിന്റെ ഇടയിൽ എവിടെയോ അടുത്ത ക്ലൂ നമുക്ക് കാണിച്ചിട്ടുണ്ട്, നമ്മളത് മിസ് ചെയ്തതായിരിക്കും. അപ്പോഴാണ് വാഗമൺ സ്റ്റേഷനിലെ CI സന്ധ്യ വിളിച്ചിട്ട് ആന്റണി സാറിനോട് സംസാരിക്കണമെന്ന് പറയുന്നത്. സാറ് സാമുവൽ ജോസഫിനെ കാണാൻ വന്നിരുന്നു എന്നൊരു മെസ്സേജ് അയച്ചിരുന്നില്ലേ, ഞാൻ റിപ്ലൈക്ക് വിളിച്ചപ്പോൾ ഫോൺ കണക്ട് ആയില്ല. അപ്പോൾ ആന്റണി, ഞാനവനെ മെസ്സേജ് അയച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാറേ ഈ അടുത്ത് സാമുവൽ ജോസഫ് എന്നെ കാണാൻ വന്നിരുന്നു, എന്നാൽ അന്ന് അയാൾ എന്നോട് സാറിന്റെ പേര് ആന്റണി എന്നാ പറഞ്ഞിരുന്നത്. അന്ന് അയാൾ എന്നോട് പറഞ്ഞത് ലിബർട്ടി ഹോട്ടൽ 404 എന്ന റൂമിലാണ് അയാൾ താമസിക്കുന്നതെന്നാണ്. ആന്റണി, അല്ല എന്തിനാ അയാൾ നിങ്ങളെ കാണാൻ വന്നേ? അത് സാറേ, കഴിഞ്ഞ ജനുവരി 15 നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ എലിസബത്ത് എന്നൊരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കേസ് അന്വേഷിച്ച ടീമിൽ ഞാനുണ്ടായിരുന്നു. ആ എലിസബത്ത് കേസിലെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ് സാം എന്നെ കാണാൻ വന്നിരുന്നത്. ഇപ്പോൾ സാമിന്റെ മകളുടെ
മരണം അറിഞ്ഞപ്പോൾ ആ ഒരു കേസും എലിസബത്തിന്റെ കേസും തമ്മിൽ എന്തോ ബന്ധമുണ്ടോന്ന് എനിക്കൊരു സംശയം. അപ്പോൾ സി ആന്റണി, ഈ എലിസബത്ത് കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇതുവരെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല. അപ്പോൾ ഐറൻ കേസിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ ഇപ്പൊ സാറിനെ വിളിച്ചേ. അപ്പോൾ ഹീറോ ACP നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഐറൻ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരും. എന്നിട്ട് ലേഡി അസിസ്റ്റന്റിനോട് എലിസബത്ത് കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും സന്ധ്യ വിളിച്ച് എന്റെ മുമ്പിൽ വേഗം തന്നെ എത്തണം. അപ്പോഴാണ് ഒരു ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഹീറോ, അത് ഡോക്ടർ, എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ച ഡോക്ടേഴ്സ് ആയിരിക്കും, അവരുടെ ഉള്ളിലേക്ക് കയറാൻ പറ. എന്നാൽ അതേ സമയത്ത് ഹോസ്പിറ്റലിൽ മരണപ്പെട്ട സാമിന്റെ വീഡിയോ ഒരു മെയിൽ നേഴ്സ് ഫോണിലെടുത്തിട്ട് മീഡിയയ്ക്ക് കൊടുക്കാണ്. അതേ ന്യൂസ് നമ്മുടെ ആന്റണി ടിവിയിൽ കണ്ട് ഷോക്കായി പോവാണ്. പണി പാളിന്ന് ഉറപ്പായപ്പോ വേഗം തന്നെ മറ്റ് പോലീസ് ഓഫീസേഴ്സ് ആ വാർത്ത കാണാതിരിക്കാൻ TV ഓഫ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ഹയർ ഓഫീസർ വിളിച്ച് ഇനി നിനക്ക് സമയം തരാൻ പറ്റില്ല ആന്റണി, സാറ് പറയുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചോളാം. ഒരു അരമണിക്കൂർ എന്റെ മോനെ രക്ഷിക്കാൻ എനിക്ക് കിട്ടിയാൽ മതിയാവും. അതും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. അതേ സമയത്ത് 404 എന്ന റൂമിൽ നിന്ന് MLA പോലീസ് ടീം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആ റൂം ആരാണ് ബുക്ക് ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്യാണ്. നോക്കുമ്പോൾ റൂം എടുത്തത് സാം തന്നെയായിരുന്നു. അതേ സമയത്ത് നമ്മുടെ ലേഡി അസിസ്റ്റന്റ് അവര് എലിസബത്തിന്റെ മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവസാനമായിട്ട് അവള് ഒരു ചുവന്ന മാരുതി ബ്രസയിൽ കയറിപ്പോന്നതാണ് കണ്ടിരുന്നത്. അതിനുശേഷമാണ് അവള് കൊല്ലപ്പെടുന്നത്. അപ്പോഴാണ് ഹീറോ സാം വന്നിരുന്ന ആ വണ്ടി നോക്കുമ്പോൾ അതും ചുവന്ന റെഡ് ബ്രസയാണ്. ആ ഒരു ബ്രസയുടെ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ അത് ഐറൻ കേസിലെ പ്രതിയായ രാജീവന്റെ പേരിലെ കാറാണ്. അതുപോലെ ഐറന്റെയും എലിസബത്തിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാനൊന്ന് വെരിഫൈ ചെയ്തപ്പോൾ രണ്ടുപേരുടെയും നാക്കുകൾ ഒരുപോലെ മുറിച്ച് മാറ്റിയിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. പക്ഷേ ആ ബന്ധം എന്താണെന്ന് ഇതുവരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴാണ് മരിക്കുന്നതിന് മുൻപ് എലിസബത്ത് ആരെയോ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. നോക്കുമ്പോൾ അത് അവളുടെ ബ്രദർ ഇമ്മാനുവലിന്റെ നമ്പറായിരുന്നു. അപ്പോൾ ആ നമ്പറിന്റെ അവസാനത്തെ അക്കത്തില് ആ ഒരു ലിബർട്ടി ഹോട്ടലിന്റെ 404 എന്ന റൂമിന്റെ നമ്പർ ഉണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ വാഗമണിലെ 404 റൂമുള്ള ആ ഹോട്ടലിലെ മാനേജർ ഇമ്മാനുവലാണ് ഫോൺ എടുക്കുന്നത്. അതായത് എലിസബത്തിന്റെ ബ്രദർ തന്നെ. അപ്പോൾ തന്റെ സിസ്റ്ററെ കുറിച്ച് ചോദിക്കുമ്പോൾ സാറേ, അവസാനമായിട്ട് ഹെൽപ്പിന് അവൾ എന്നെ വിളിച്ചേ, എന്നാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇന്നും ആ കുറ്റബോധം എന്നെ അലട്ടുന്നുണ്ട്. അപ്പോൾ ആന്റണി, അത് ചോദിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ച് വേറൊരു കാര്യത്തിന്. അപ്പോൾ ഇമ്മാനുവൽ ആണെങ്കിൽ സാർ ഒരു സെക്കൻഡ് ഇപ്പൊ വിളിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് മറുത്തൊന്നും പറയാതെ ശരി സാറേ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആന്റണിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവനും ഈ കളിയുടെ ഭാഗമാണ്. അവൻ എന്റെ ഫോണ് പ്രതീക്ഷിച്ചിരുന്ന പോലെ പെട്ടെന്ന് ഫോൺ എടുത്തല്ലോ. അപ്പോൾ ഞാൻ വിളിക്കുമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ആ നമ്പറിലേക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കുമ്പോൾ ആ നമ്പർ ഫോർവേഡ് ആയിട്ട് വേറൊരു നമ്പറിലേക്ക് പോവാണ്. അപ്പോൾ ആ ഫോൺ പിക്ക് ചെയ്യുന്നത് സാമിന്റെ ഭാര്യ ട്രെസയാണ്. ഞാൻ സാമിനോട് വാദിച്ചിരുന്നു ഈ ഒരു ഗെയിം ഒരിക്കലും ആന്റണി പൂർത്തിയാക്കില്ല എന്ന്. എന്നാൽ സാം വല്ലാതെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷേ തെറ്റിച്ചളഞ്ഞല്ലോ. സാം പറഞ്ഞതിലും ലേറ്റായി പോയല്ലോ ആന്റണി. ഇനിയും വൈകിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഗെയിം തനിക്ക് പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആന്റണി, ട്രെസ, ഈ കളി നിർത്ത്. എന്റെ മകൻ ഫിലിപ്പ് എവിടെ? ആന്റണി, നിങ്ങളുടെ മുഴുവൻ ഹിസ്റ്ററിയും സാം ക്രാക്ക് ചെയ്തിരുന്നു. ആലുവയിൽ താൻ അന്വേഷിച്ച ആദ്യത്തെ കേസ് മുതൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ മകളുടെ കേസ് വരെ. അപ്പോഴാണ് സാം തന്റെ ഭാര്യയോട് ആ ഒരു കേസ് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ആന്റണിയുടെയും എന്റെയും IQ ഏകദേശം സിമിലറാ. എന്നാൽ നമ്മൾ രണ്ടുപേരുടെയും വഴി വേറെ വേറെയാണ്. എനിക്ക് ഉറപ്പാണ് ആന്റണി എന്തായാലും നിന്നെ വിളിച്ചിരിക്കും. സാം നമ്മുടെ മകള് ഐറന്റെ കേസിന്റെ അന്വേഷണത്തിൽ അവസാനം എത്തിയത് എലിസബത്ത് കേസിലാണ്. ആ കേസിന്റെ അന്വേഷണം അവസാനം ലിറ്റിൽ ഫ്ലവർ ബോർഡിംഗ് സ്കൂളിലാണ് എത്തിയത്. അപ്പോഴാണ് സാം അവിടെ ഒരു നഴ്സിനോട് ഏതോ ഒരു കുട്ടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അവൻ അന്ന് വല്ലാത്ത കുസൃതിയായിരുന്നു. ആദ്യമൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ കുസൃതിയൊക്കെ അവൻ കാട്ടിക്കൂട്ടുന്നതെന്ന് നമ്മൾ കരുതിയത്. എന്നാൽ അവന്റെ വികൃതിയുടെ അളവ് കൂടാൻ തുടങ്ങി. ഒരു ദിവസം അവന്റെ ക്ലാസ് റൂമിൽ ഒരു പെൺകുട്ടി ബോർഡിൽ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ പാവാട ഇവൻ വലിച്ചൂരി. ആ ഒരു സംഭവം വലിയ പ്രശ്നമായി. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ പാരന്റ്സിനെ വിളിപ്പിച്ചു. ആ ഒരു പാരന്റ്സ് ആ കുട്ടിയെ വല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടാ വളർത്തിയിരുന്നേ. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തി. അത് അയാളുടെ ഈഗോയെ ഹേർട്ട് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അന്നയാള് അവന് കൊടുത്ത പണിഷ്മെന്റ് കുറച്ചധികം ക്രൂരമായി പോയി. അവന് മൃഗീയമായിട്ട് ഉപദ്രവിച്ച് വസ്ത്രമൂരിയിട്ട് കുട്ടികളുടെ മുമ്പിലൂടെ അവനെ ഓടിച്ചു. അപ്പോഴാണ് ആ അച്ഛൻ ആരായിരുന്നു എന്ന് നമ്മൾ കാണുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ CI ആന്റണി തന്നെയായിരുന്നു ഏറ്റവും മോശമായ പാരന്റിങ്. സാധാരണ ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലേ പിന്നീട് അതേ സ്കൂളിലേക്ക് ആ കുട്ടി തിരിച്ചു വരാറില്ല. എന്നാൽ അവന്റെ അച്ഛനെ ഭയന്ന് വീണ്ടും സ്കൂളിലേക്ക് വന്നു. അതായിരുന്നു അയാൾ അവനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. നീയൊരു മെയിൽ സോവനിസ്റ്റ് ആണ് ആന്റണി എന്ന് ട്രെസ പറയുമ്പോൾ ഡോക്ടറും ഇതേ കാര്യം പറഞ്ഞത് ഓർക്കാണ്. അതായത് പണ്ട് ചെറുപ്പത്തിൽ ഫിലിപ്പിന് സംഭവം ഉണ്ടായപ്പോൾ ഡോക്ടർ സാധാരണ 2 രീതിയിലുള്ള ആളുകളാണ് ക്രിമിനൽസ് ആയിട്ട് മാറാറ്. ഒന്ന്, മെന്റലി അവരുടെ ബ്രെയിനിൽ ക്രൂരതകൾ ഉണ്ടാവും. അവരെയാണ് നമ്മൾ ബോൺ ക്രിമിനൽസ് എന്ന് പറയാറ്. രണ്ടാമത്, വളരുന്ന സാഹചര്യം വെച്ച് ഒരാള് ക്രിമിനൽ ആവുക. ആ ഒരു അവസ്ഥയിലേക്കാണ് ആന്റണി
നിന്റെ മകൻ ഫിലിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കണ്ണിൽ കാണുന്ന പകയെക്കുറിച്ച് എനിക്ക് പേടിയാവുന്നുണ്ട്. ചിലപ്പോൾ ഒരവസരം കിട്ടിയാൽ അവന്റെ അച്ഛനാണെന്ന് പോലും നോക്കാതെ ആന്റണി നിങ്ങളെ തന്നെ അവനെന്തെങ്കിലും ചെയ്യുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സാമിന്റെ ഭാര്യ ഇതിൽ ഏറ്റവും കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള മറ്റൊരു സംഭവം എന്താണെന്നറിയോ? ഒരു ഫെമിനിസ്റ്റ് ആയിരുന്ന എലിസബത്തുമായിട്ട് തന്റെ മകൻ ഫിലിപ്പ് പ്രണയത്തിലായി. ഒടുവിൽ അവളുടെ ഉള്ളിലെ ഫെമിനിസം അവന്റെ ഉള്ളിലെ സൈക്കോപാത്തിനെ ട്രിഗർ ചെയ്തു. അപ്പോഴാണ് സാമിലെ നമ്മുടെ രാജീവിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നത്, എനിക്ക് ഫിലിപ്പിന്റെ മേലെ നല്ല സംശയമുണ്ട്. എലിസബത്ത് അവന്റെ ടൈപ്പ് ഒരു പെൺകുട്ടി ആയിരുന്നില്ല. സ്മാർട്ട്നെസ് കാണിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും അവൻ എപ്പോഴും ഉള്ളിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെയായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാവുക. അപ്പോൾ സാമിന്റെ ഭാര്യ എലിസബത്തിനെ അവൻ കൊലപ്പെടുത്തിയ ശേഷം അവന്റെ സൈക്കോപാത്തിക് മനസ്സിലെ മറ്റൊരു ഇരയെ തേടി നടന്നു. അപ്പോൾ അവന് കണ്ടുകിട്ടിയതാണ് ഞങ്ങളുടെ മകൾ ഐറിൻ. അപ്പോൾ രാജീവ് സാമിനോട് അവന്റെ അച്ഛനോടുള്ള പകയും വെറുപ്പും എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആന്റണി ഞങ്ങളുടെ റൂമിൽ വെച്ച് എന്നെയും അവനെയും തല്ലിയിട്ട് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് രാജീവിന്റെ കാറിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തന്റെ അച്ഛൻ ജീപ്പ് എടുത്ത് പോകുന്ന കണ്ടപ്പോൾ അതിന്റെ പിന്നാലെ അവൻ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോഴാണ് ഫിലിപ്പിന്റെ വണ്ടിയുടെ മുമ്പിൽ നമ്മുടെ ഐറിൻ റിവേഴ്സ് എടുക്കുമ്പോൾ കുടുങ്ങി പോകുന്നത്. അപ്പൊ കലിപ്പായവൻ, നീ ആരുടെ നെഞ്ചത്ത് കയറ്റാനാടി വണ്ടി എടുത്തിട്ട് പോകുന്നത്? അപ്പൊ അവളാണെങ്കിൽ നീ ഏതാടാ ചെറുക്ക, ഒന്ന് പോടാവിടെന്ന് പറഞ്ഞ് ആ ഡോറ് തള്ളി അവനെ തള്ളിയിടുമ്പോൾ അവൻ കലിപ്പില് ആണുങ്ങളുടെ നേരെ കാണോടെ നീ കൈ ഉയർത്തുന്നത്. അങ്ങനെ അവൾ വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ അവനില്ലേ കയ്യിലൊരു കല്ലെടുത്ത് അവളുടെ തല അടിച്ച് ചതയ്ക്കാണ്. എന്നാൽ ഓൾറെഡി ഡ്രഗ്സ് അടിച്ച് കിറങ്ങിയതുകൊണ്ട് ബോധം പോയിരുന്ന രാജീവ് പെട്ടെന്ന് ശബ്ദം കേട്ട് നോക്കുമ്പോഴാണ് അവനും ആ കാഴ്ച കാണുന്നത്. അപ്പൊ സാമു പറയുന്നുണ്ട്, അവന്റെ അച്ഛനോടുള്ള പ്രതികാരം മാത്രം ആയിരുന്നില്ല ആ കൊലപാതകം, മറിച്ച് എന്റെ മോളോടും അവന് ദേഷ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ഹോട്ടലിൽ വെച്ച് അവൻ അവളോട് ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കലെന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ അപ്പനെ പഠിപ്പിക്കുന്നു അവള് അവന്റെ മുഖത്തടിച്ച പോലെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ആന്റണിയോട് നിങ്ങൾ വെറുതെ വിടില്ലാന്ന് അവള് കൈ ചൂണ്ടിയപ്പോൾ അവന്റെ ഉള്ളിലെ ആ സൈക്കോപാത്തിക് മെയിൽ സോവനിസ്റ്റ് പുറത്തിറങ്ങി. ഇതുപോലുള്ള ആളുകൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ ഇമോഷനോ അവരുടെ ജീവിതത്തിനോ വില കൊടുക്കാറില്ല. അവരുടെ മാത്രം സ്വന്തം പ്രഷറിന് വേണ്ടി അവരെന്തും ചെയ്യും. ഒരിക്കൽ ആ സൈക്കോട്ടിക് പ്രഷർ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി വീണ്ടും വീണ്ടും അവര് ഇരയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് സാറിന് മാത്രം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തെരേസ അവള് ചുമയ്ക്കുമ്പോൾ അവളും വിഷം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആന്റണി ഡോറ് തുറക്ക് തെരേസ, പോലീസ് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നത്? എനിക്ക് സാമും അവളും ഇല്ലാതെ പറ്റില്ല. അവള് പോയപ്പോൾ തന്നെ നമ്മൾ രണ്ടുപേരും മരിച്ചതാ. അവസാനമായിട്ട് തെരേസ മരണത്തോടടുക്കുമ്പോൾ ആന്റണി ഈ നമ്പർ താൻ കുറിച്ചെടുത്തു. അങ്ങനെ ഒരു നമ്പർ പറഞ്ഞെടുത്ത് ഇതാണ് തനിക്ക് അവസാനത്തെ 5ാമത്തെ ക്ലൂ. ആ ക്ലൂ താൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്തെടുക്കണം. എനിക്ക് പോവാൻ സമയം ആന്റണി, എപ്പോഴും ഓർക്കണം നമ്മൾ എവിടുന്നാ വന്നതെന്ന്. അത് പറഞ്ഞു തീർന്ന് അവൾ മരണപ്പെട്ടു പോവാണ്. അപ്പോൾ ഉടനെ തന്നെ ജോണി ആ നമ്പറിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ ആന്റണി അതെന്റെ നമ്പറാണ്, സാറിന്റെ നമ്പറാണ് ക്ലൂ ആയിട്ട് തന്നതെങ്കിൽ സാറുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഫിലിപ്പ് ഉണ്ടാവുക. അപ്പോൾ ആന്റണിയുടെ വീട്ടിലെന്ന് ഉറപ്പായപ്പോൾ അവരുടനെ തന്നെ അങ്ങോട്ട് പോവാണ്. അതുപോലെ ആംബുലൻസിലെയും ഡോക്ടറെയും അങ്ങോട്ടേക്ക് വരാനും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഓഫീസർ അവിടെ പോയിട്ട്, മേഡം ഇവിടെ 6 അടി നീളത്തിൽ കുഴിയെടുത്ത് മൂടിയിട്ടുണ്ട്, എന്നാൽ വേഗം തന്നെ അവിടുന്ന് മണ്ണെടുത്ത് നീക്ക്. അപ്പോൾ ആന്റണിക്കും ടീമിനും തന്റെ മകൻ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പായിട്ട് ഉടനെ തന്നെ അവിടുന്ന് മണ്ണെടുത്ത് നീക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ സാമു പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് കാര്യങ്ങൾ നീങ്ങിയതെങ്കിൽ ആന്റണിയുടെ വീട്ടിൽ നമ്മൾ കുഴിച്ചിട്ട ആ ഒരു ശവപ്പെട്ടി അവരിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിലെ ഫിലിപ്പല്ല, മറിച്ച് രാജീവാണ്. അവനൊരു ഓക്സിജൻ മാസ്ക് കണക്ട് ചെയ്ത് ചെറിയൊരു ഓക്സിജൻ സിലിണ്ടറും ആ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡോക്ടേഴ്സ് അവനെ റെസ്ക്യൂ ചെയ്യുമ്പോൾ രാജീവ് മരണപ്പെട്ടിട്ടില്ലെങ്കിൽ അന്ന് വീടുകളെ കൊലപ്പെടുത്തിയത് ഇപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, സാം ആരെയും കൊന്നിട്ടില്ല. അങ്ങനെ ഉടനെ തന്നെ രാജുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. അപ്പോൾ ആന്റണി തന്റെ മകൻ എവിടെയുള്ളതെന്ന് അറിയാതെ തല പുകയുമ്പോൾ അവസാനമായിട്ട് ടെരേസ പറഞ്ഞിരുന്നില്ലേ ഈ നമ്പർ ഓർത്ത് വെച്ചോന്ന്, അത് ആന്റണിയുടെ നമ്പർ ആയിരുന്നില്ലേ? ഇതിനു മുൻപ് ഇതുപോലൊരു നമ്പർ കൊടുത്ത് അതിന്റെ അവസാനത്തെ നമ്പർ ഈ കേസിലേക്ക് കണക്ട് ചെയ്യുന്ന എലിസബത്തിന്റെ കേസ് നമ്പറുമായിട്ട് മാച്ച് ആയിരുന്നില്ലേ? അപ്പോൾ ആ ഒരു കേസ് നമ്പറും അതുമായിട്ട് കണക്ട് ആയ എലിസബത്തിന്റെ ബ്രദർ ഇമ്മാനുവലും എല്ലാ ഡീറ്റെയിൽസും ഒന്ന് കൺമുമ്പിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ ഓരോരുത്തരുടെയും പേരിന്റെ ആദ്യ അക്ഷരം അവസാനം പിയാറ്റ എന്ന ഒരു പേരിലേക്കാണ് കണക്ട് ആവുന്നത്. അത് 1948-49 ചെയ്തിട്ടുള്ള യേശുവിന്റെ കുരിശിൽ തറച്ച മൃതദേഹത്തിന്റെ ഒരു കൾച്ചറാണ്. മാതാവിന്റെ മുമ്പിൽ കിടത്തിയ ഒരു രൂപം. അത് കണ്ടപ്പോൾ നമ്മുടെ ആന്റണിക്ക് മനസ്സിലായിട്ടുണ്ട്, പള്ളിയിലെ ആ രൂപത്തിന്റെ അരികിൽ എവിടെയാണ് തന്റെ മകൻ ഫിലിപ്പുള്ളത്. അങ്ങനെ ഓടി അങ്ങോട്ട് പോകുമ്പോൾ സാമിനോട് ഭാര്യ ചോദിക്കുന്നുണ്ട്, ആന്റണിക്ക് മകനെ രക്ഷിക്കാൻ ഇപ്പോഴും സമയം ബാക്കിയില്ലേ? അയാള് മകനെ രക്ഷിച്ച് എല്ലാവരുടെയും മുമ്പില് മാന്യനായിട്ട് രക്ഷപ്പെട്ടു പോവോ? അപ്പോഴാണ് തന്റെ ഭാര്യയുടെ കല്ലറ അവിടെ തന്നെയല്ലേ. അങ്ങനെ ഓടി അരികിലെത്തുമ്പോൾ സാം പറയുന്നുണ്ട്, ഇപ്പോ ആന്റണി അവിടെ എത്തിയിട്ടുള്ളത് സാമായിട്ടും തെരേസയായിട്ടുമായിരിക്കും. അപ്പോൾ അവസാനത്തെ പാറ്റേൺ അവർ ഞാൻ കൈമാറാണ്. അങ്ങനെ കല്ലറ തുറന്ന് തന്റെ മകനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറഞ്ഞ ഫിലിപ്പിന്റെ ഉള്ളിലുള്ള ടോക്സിസിറ്റി അതെപ്പോഴും അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ സ്മാർട്ട്നെസ് കാണിക്കുന്ന പെൺകുട്ടികളോട് അവൻ എപ്പോഴും ദേഷ്യവും കലിപ്പുമായിരുന്നു. പെൺകുട്ടികളെ വേട്ടയാടുന്ന രസം അവൻ അനുഭവിച്ചു തുടങ്ങി. അങ്ങനെ ഡോക്ടറും രാജീവും സാമിന്റെ ഭാര്യയൊക്കെ പറഞ്ഞത് ആന്റണിയുടെ തലയിൽ കൂടെ ഓടുകയാണ്. അപ്പോഴാണ് കൂടെ തന്റെ ഭാര്യ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ ശാപം ഞാനും എന്റെ മകനുമായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. അപ്പോൾ തന്റെ ഭാര്യ തന്നോട് പറയുന്ന പോലെ ഫിലിപ്പിനെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചത് നല്ല രീതിയിൽ അവനെ വളർത്താനാണ്. ഇനി അവൻ കാരണം
ഒരു പെൺകുട്ടിയുടെ അവരുടെ കുടുംബത്തിനെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴാൻ പാടില്ല. അപ്പോൾ മനസ്സിൽ എന്തോ ഉറപ്പിക്കുമ്പോൾ ജോണി വിളിച്ചിട്ട് സാറേ എവിടെയാ മോനെ കണ്ടോ? അപ്പൊ മനസ്സ് കല്ലാക്കിയിട്ട് ആന്റണി പറയുന്നുണ്ട് ഇല്ല ജോണി ഞാൻ കണ്ടില്ല, അവൻ എവിടെയാന്ന് എനിക്കറിയില്ല, ഈ കളി നമ്മൾ തോറ്റുപോയി. അങ്ങനെ എല്ലാ കുറ്റബോധവും മനസ്സിലേറിയിട്ട് ആന്റണി അവിടുന്ന് തിരിഞ്ഞു നടക്കാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആന്റണിയിലെ ഐറിൻ സാമുവലിന്റെയും എലിസബത്തിന്റെയും മരണത്തിന് പിന്നിലെ കൊലയാളി ഞാനാണെന്ന് കുറ്റസമ്മതം നടത്താണ്. അതായത് തന്റെ മകനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതിലെ തനിക്കും പങ്കുണ്ടെന്ന്, അതിന് ശിക്ഷ തനിക്കും വേണമെന്ന് സ്വന്തം തീരുമാനിച്ചുറപ്പിച്ച പോലെ, അതുപോലെ സമൂഹത്തിന് മുൻപിലെ ആരും തന്റെ മകനെ ഒരു കൊലയാളിയായിട്ടും സൈക്കോപാത്തായിട്ടും കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ജിത്തു ജോസഫിന്റെ ട്വിസ്റ്റുകൾ വിതറിത്തെറിപ്പിച്ച ഈ ഒരു കിടലൻ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നല്ല ക്വാളിറ്റിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ അത്രത്തോളം സ്ട്രെയിനും എഫേർട്ടും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഒന്ന് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ അടിപൊളി കിടലൻ കഥയുമായിട്ട് നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ ബൈ ബൈ.